ഭാഗ്യം കിട്ടി. അപ്പം ഞാൻ ആ കുടുംബത്തിൽ ഇടപെട്ട സമയങ്ങളിൽ വളരെ ബന്ധമുള്ളൊരു കുടുംബമാണ്, സ്നേഹബന്ധമാണ് എല്ലാവരും തമ്മിൽ. പക്ഷെ എന്നാലും ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂത്ത മകനും അപ്പനും തമ്മിലങ്ങ് ഉടക്കും, കടമാനം ഉടക്കും. അവരിങ്ങനെ കൊമ്പ് കോർക്കുന്ന പോലെ ചില പോർക്കോഴികൾ കണ്ടിട്ടില്ലേ അല്ലേ, ഫൈറ്റിംഗ് കോഴി, രണ്ടും കൂടെ നിന്നിങ്ങനെ കൊത്തി 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 ചാകും. ചത്തെങ്കിലേ അത് മാറത്തുള്ളൂ. അതാണ് പിന്നെ അതിൻ്റെ റഫറികളൊന്ന് പിടിച്ചു മാറ്റും. കണ്ണൂരിലെ പോർവീര്യരും അങ്ങനെയാണ് കേട്ടോ. ഈ കണ്ണൂരിൽ എന്താ ഈ പ്രശ്നം ഇത്രയും ഗുരുതരമായെന്ന് വെച്ചാൽ, കണ്ണൂരിൽ ഈ തീയരെന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയൻ്റെയൊക്കെ ഫാമിലി ഗോത്രം, ആ ഗോത്രം എന്ന് പറയുന്നത് മധ്യേഷ്യയിൽ നിന്ന് വരുന്ന ഒരു വലിയ പാർട്ടികളാണ്. അവർ ആ കാലങ്ങളിൽ പോർവീരർ എന്നറിയുന്നത്, പോർച്ചേവകർ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ സർക്കസും കളരി അഭ്യാസവും ഇതെല്ലാം അവരിൽ നിന്നാണ് പുറപ്പെട്ടു വന്നത്. അപ്പോൾ അവരൊരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ, ഞാൻ കണ്ണൂരിൽ 3 വർഷം ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്കറിയാം ഈ ഗ്രൂപ്പിനെയൊക്കെ. ചുമ്മാ കലിങ്കലിക്കുന്ന ഒരുത്തും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, എന്താണ് അവിടെ ഇരിക്കുന്നത്, നീയാണോ ചോദിക്കാൻ, ഇത്രയും മതി. പിന്നെ പറഞ്ഞ് 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 പിന്നീടത് കൊലപാതകത്തിൽ വരെ എത്തും, മാറത്തില്ല. ഈ എന്ന് പറഞ്ഞ പോലെ ഈ ഫാമിലി സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പനും മോനും കൂടെ ഓർക്കും. അപ്പോൾ പിന്നീടുള്ള 2 ഗ്രൂപ്പാകും. അപ്പം ഇങ്ങനെ പ്രശ്നം തീരാതിരിക്കുന്ന സമയത്ത് അവരുടെ അമ്മ ഒന്ന് പറയും, ഇളയ പുത്രം വരട്ടെ, ഇനി അതിനുശേഷം നമുക്ക് സംസാരിച്ചാൽ മതി, നോക്കണം. അപ്പം ഇളയവൻ്റെ മേൽ പ്രത്യേകമായൊരു സ്വഭാവവും കൃപയുണ്ടായിരുന്നു. അവൻ വൈകുന്നേരം വരുമ്പോൾ കോളേജ് പഠിച്ചിരുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും അതുവരെ എല്ലാവരും കാത്തിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഒലിയ മുഖമെല്ലാം വീർപ്പിച്ചിരിക്കും. ഇവൻ വന്നിട്ട് എല്ലാവരും കൂട്ടിയിട്ട് എന്തെങ്കിലും ചുമ്മാ ഒരു ചെറിയ കാര്യങ്ങളെ പറയത്തുള്ളൂ. പറഞ്ഞു വെച്ചാൽ അപ്പാ ചേട്ടായി എന്നൊരു വിളിച്ച് കഴിയുമ്പോൾ പ്രശ്നത്തെ. പിന്നീട് അവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വന്ന് ഇപ്പോൾ വടക്കിന്ത്യയിൽ നല്ലൊരു സുവിശേഷ വേലക്കാരനായിട്ട് വേല ചെയ്യുകയാണ്. അപ്പോൾ അതൊരു സ്വഭാവമാണ്, ഒരു ക്യാരക്ടറാണ്. ഇന്ന് നമ്മൾ അതിനെ ബേസ് ചെയ്തൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഉൽപ്പത്തി 42:15. അവിടെ ജോസഫും തൻ്റെ സഹോദരന്മാരും തമ്മിലുള്ളതായ ഒരു വിഷയത്തെ നമുക്ക് ആ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ വളരെ വിശേഷിക്കപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കും അതിൽ നിന്ന് പ്രായോഗികമായി പഠിക്കേണ്ടത് ആവശ്യമാണ്. വായിക്കാം. ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നതല്ലാതെ ഫറവോനാണ് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ല. உங்கள் இளைய சகோதரன் இங்கே வந்தால் ஒழிய நீங்கள் இங்கே இருந்து புறப்படுவதில்லை என்று பார்வோனின் ஜீவனை கொண்டு ஆணையிட்டு சொல்லுகிறேன். നിങ്ങളുടെ ഇളയ സഹോദരൻ വന്നിട്ടല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന്, മറ്റൊരു വാക്യത്തിൽ പറയുമ്പോൾ ഇളയ സഹോദരൻ വന്നിട്ടില്ലാതെ നിങ്ങൾ എൻ്റെ മുഖം കാണില്ല. ഇത് ആരാ പറയുന്നത്? രാജാവ്. ഈ പരദേശികളോട് രാജാവ് പറയുകയാണ്, ഇളയ സഹോദരൻ വന്നിട്ടല്ലാതെ നിങ്ങളിവിടെ നിന്ന് പുറപ്പെടുകയുമില്ല, എൻ്റെ മുഖവും നിങ്ങൾ കാണുകയില്ല. നമുക്കറിയാം, നമ്മളും കാത്തിരിക്കുകയാണ് ഒരാളുടെ മുഖം കാണാൻ. ആരുടെ? നമ്മുടെ രാജാതിരാജാവായ യേശുവിൻ്റെ മുഖത്തെ കാണുവാൻ നമ്മളും കാത്തിരിക്കുകയാണ്. ഇവിടുന്ന് പുറപ്പെടാൻ നമ്മളും വെമ്പൽ കൊള്ളുകയാണ് അല്ലേ? യേശുവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ നമ്മളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ 2 കാര്യമാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം, അതിനാര് വരണം? ഇളയ സഹോദരൻ വരണം. മൂത്തത് ഒരുപാടുണ്ട്. ഈ മൂത്ത സഹോദരന്മാരുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ 37-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ അവരുടെ തനിഗുണങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്താ? അന്ന് ജോസഫ് എന്ന് പറയുന്നതായ തൻ്റെ ഇളയ സഹോദരനിൽ ഒരുത്തൻ ഈ ജ്യേഷ്ഠ സഹോദരന്മാരുടെ സുഖാന്വേഷണം അറിയാൻ വേണ്ടി അവർ ആട് മേയിച്ചിരുന്ന സ്ഥലത്തിൽ താൻ പോകുന്ന സമയത്ത് സംഭവിച്ച കഥയെല്ലാം 37-ാം അധ്യായത്തിലുണ്ട്, ഉൽപ്പത്തി പുസ്തകം 37-ൽ. കാരണം തൻ്റെ ചെറുപ്പത്തിലെ ദൈവികമായ ഒരു സന്ദർശനം തനിക്കുണ്ടായിരുന്നു. സ്വപ്നങ്ങളും വ്യാഖ്യാനവും എല്ലാം ജോസഫിന് ദൈവം കൊടുത്തിരുന്നു. അങ്ങനെ താൻ കണ്ട സ്വപ്നങ്ങൾ തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ അവർക്ക് അസൂയ തോന്നി. ഈ അസൂയ ഭയങ്കര ഒരു പിശാചാണ്. കുടുംബങ്ങളെ കലക്കുന്ന, സമൂഹങ്ങളെ, വിശ്വാസ വീടുകളിലെ എല്ലാം പ്രതിഷ്ഠിക്കപ്പെട്ടു വന്ന വേലക്കാരായ ഞങ്ങൾക്കെന്തോ ഒരു അസൂയാണെന്നറിയാം. ഒരാൾ ഞങ്ങളെക്കാൾ മുൻപിൽ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഒന്ന് പേര് വിളിച്ചാൽ, അല്ലെങ്കിൽ
അവർക്ക് എന്തെങ്കിലും ശുശ്രൂഷ കൊടുത്താൽ ഇത് മനുഷ്യനെല്ലാം ഉണ്ട്. കാരണം നമ്മളാരും പൂർണ്ണപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരിലും ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തിലില്ലേ? 2 ഇരട്ട കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കിടന്നാൽ ഒന്നിനെ എടുത്താൽ മറ്റത് ഒന്നിനെ എടുത്ത് ഒക്കത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തതിൻ്റെ ലക്ഷണം നമ്മൾ കണ്ടിട്ടുണ്ട്. കൊച്ചു 1 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയാണ് നാം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത്. അപ്പോൾ ഈ സഹോദരന്മാരെല്ലാം കൂടെ ചേർന്ന് ജോസഫിനെ കൊല്ലാൻ തീരുമാനിച്ചു. എവിടെ എഴുതിയിരിക്കുന്നു? 37 ഇതാ സ്വപ്നക്കാരൻ വരുന്നു അല്ലേ, അവനെ നാം കൊന്നുകളയുക എന്നൊരു വാക്യമുണ്ടല്ലോ. 37 19 വാക്യം വായിക്കാം. അതാ സ്വപ്നക്കാരൻ വരുന്നു. അതാ സ്വപ്നക്കാരൻ. ആരാ ഇത്? തൻ്റെ ഇളയ സഹോദരനാണ്, ഇളയ സഹോദരനിലെ മൂത്തവൻ. ഇതാ സ്വപ്നക്കാരൻ വരുന്നു. പിന്നെ വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളക. ഇന്നും എന്തോ ഒരു അസൂയയുടെ ആത്മാവ് ലോകം മുഴുവൻ. രാഷ്ട്രീയക്കാരില്ലേ, ഒരാൾ നന്നായി ഒരു ഭരിച്ചുകൊണ്ട് വന്നാൽ അവനെ ഇല്ലാതാക്കണം അല്ലേ? ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയമല്ലേ, 3 പേര് ഇലക്ഷൻ നിൽക്കുക. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, ആ ഡോക്ടറെ ജയിപ്പിക്കണമെന്നാണ്. കാരണം ഇവിടെ നല്ലൊരു ആരോഗ്യമന്ത്രി വേണം, അതുകൊണ്ട് ആ ഡോക്ടർ ജയിച്ചു വരണമെന്നാണ് എൻ്റെ മനസ്സിൽ. നമുക്കും ജനാധിപത്യമായിട്ട് ഒരു അഭിപ്രായം പറയാമല്ലോ അല്ലയോ? നമുക്കവിടെ വോട്ടില്ലെങ്കിലും. കാരണം ആരോഗ്യ മേഖലയിൽ കേരളം വളരെ താഴ്ന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടർ ഇലക്ഷനിൽ മുന്നോട്ട് വന്നാൽ അത് പാർട്ടി നോക്കരുത്. ഇനിയുള്ള ഇലക്ഷനിലൊക്കെ അങ്ങനെ വേണം. പാർട്ടിയോ സമൂഹമോ സമുദായമോ നോക്കാതെ ആര് വന്നാൽ സമൂഹത്തിൽ ഏറ്റവും നന്നായി പ്രയോജനപ്പെടും എന്ന് കണക്കുകൂട്ടിയിട്ട് വേണം വോട്ട് ചെയ്യാൻ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ രോഗങ്ങളിങ്ങനെ ചെയിൻ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലയോ? നമ്മുടെ KSRTC ചെയിൻ സർവീസ് എന്ന് പറഞ്ഞ പോലെ രോഗങ്ങൾക്ക് മേലെ രോഗം. പെന്തിക്കോസുകാർക്ക് ഇതിൻ്റെ ആവശ്യമില്ലെങ്കിലും ചെയിൻ സർവീസ് പോലെ വരുന്ന ഈ കാലത്തിൽ ആരോഗ്യമേഖല കൈകാര്യം ചെയ്യുവാൻ ഒരു നല്ല വിദഗ്ധൻ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇലക്ഷനിൽ ആ ഡോക്ടർ തന്നെ ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ വിധി മറ്റൊന്നാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതുപോലെ സമൂഹത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, അതാണ് ലക്ഷ്യം. അവിടെ അസൂയപ്പെടുന്ന കാര്യമൊന്നുമില്ല. നമുക്കറിയാം എന്തെല്ലാം അസൂയകളാണ് ഇന്ന്. ഈ 1 മാസം നിങ്ങളാരും സോഷ്യൽ മീഡിയയിൽ കയറുന്ന ഞാൻ പറഞ്ഞതാണ്. വാർത്തയിൽ സോഷ്യൽ മീഡിയ കയറിയമ്മമാരുടെ എല്ലാം പുളിച്ച നാശം പിടിച്ചതായ സംഭാഷണങ്ങൾ. ഒരുത്തരെ കുറ്റം പറയുന്നില്ല, ആരും നന്മ പറയുമോ? ആ ഡോക്ടർ നന്മ പറയുമോ? അല്ലെങ്കിൽ മറ്റേ സൗകര്യയുടെ നന്മ പറയുമോ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചെളിവാരി എറിയുകയാണ്. അതുകൊണ്ട് ഈ ഒരു 31-ാം തീയതി വരെ ഇതൊന്നും ആരും ശ്രദ്ധിക്കാതിരിക്കാമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വലിയ സ്വസ്ഥത കിട്ടും. ജയിക്കുന്നവൻ ജയിക്കട്ടെ, നമ്മുടെ വിഷയം അല്ലെങ്കിലും പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇതേപോലെയാണ് നമ്മുടെ സ്വന്തം സഹോദരനായ ജോസഫ്. എന്താ സംഭവിക്കുന്നത്? വായിച്ചേ. ഇതാ സ്വപ്നക്കാരൻ വരുന്നു. നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളയുക. നോക്കണം, ഇവിടെ കൊന്നെങ്കിൽ പിന്നെ എവിടെങ്കിലും ഇട്ടാൽ പോരെ അല്ലേ? അത് അവൻ്റെ മനസ്സിൻ്റെ ആ സ്റ്റാറ്റസാണ്. നോക്കണം, സ്വന്തം സഹോദരന്മാരെ സ്വന്തം ബ്ലഡിൽ ജനിച്ച ഒരു സഹോദരന്, ഒരു ചെറിയ സഹോദരൻ ദൈവം കൊടുത്ത സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ മൂത്ത സഹോദരന്മാർ ഇന്നും പ്രിയ വിശ്വാസികളെ വിലക്കാരെ ഈ മൂത്ത വല്ലാത്ത സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് രാജാവിൻ്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഇവിടുന്ന് പുറപ്പെടാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ വിഷയം. കൊന്നു കുഴിച്ചു കളയുക, കുഴിയിലിട്ട് കളയുക. ഇത് സാത്താനിക പാടാണ്. അപ്പോൾ പിശാച് എപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരാണ്. നമ്മൾ മനുഷ്യനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനകത്ത് അവന് യോജിക്കുന്ന ആളുകൾ കയറും. സഭയെ കാണുന്ന ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് നല്ലതാണെന്ന് പരിശോധിക്കുമ്പോൾ കയറി ഒരു എതിർത്തേക്കുകയാണ്. രാഷ്ട്രീയത്തിൽ കാണത്തില്ലേ, അവൻ പറഞ്ഞു ഏത് പാർട്ടിക്കാരനും ആകട്ടെ, അവൻ പറയുന്നത് നല്ലതാണെങ്കിൽ നീ എടുക്കേ, ഉടനെ പാർട്ടി നോക്കിയാണ്, ചിഹ്നം നോക്കിയാണ്. ഇതൊക്കെയാണ് ഈ വർഷത്തിലെന്ന് പറയുന്നത്. അപ്പോൾ ദുഷ്ടൻ ഈ ലോകത്തിന് മേൽ ആധിപത്യം നടക്കുന്നത് കൊണ്ട് മെയിനായിട്ട് ഇങ്ങനെയുള്ള വിഷയം ഇനി തുറന്നുകൊണ്ടിരിക്കും. എന്നാൽ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാര്യം തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ട സമയങ്ങളാണ്. അതിനാണ് ഈ ബൈബിളിലെ അനേക സംഭവങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമായി പഠിപ്പിച്ചു തരുന്നത്. അത് നന്നായി പഠിച്ച് പ്രായോഗികമാക്കുന്നതാണ് പ്രത്യേകിച്ച് പെന്തിക്കോസുകാരായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ പാഠം. അങ്ങനെ കൊല്ലാൻ സാധിച്ചില്ല. കാരണം എന്താ? ഈ സ്വപ്നം കൊടുത്ത ആരാ സ്വപ്നം കൊടുത്ത? ദൈവമാണ്. ദൈവം ഒരു പദ്ധതി നിശ്ചയിച്ചാൽ അത് നിന്റെ മേലായാലും എൻ്റെ മേലായാലും ശരി, ലോകം മുഴുവൻ നിനക്കെതിരായിട്ട് വന്നാലും
ഈ 760 കോടി ജനം ഒന്നിച്ച് നിനക്കെതിരായിട്ട് വന്നാലും നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഇട്ടാൽ അത് ദൈവം നിവർത്തിക്കും. അതാണ് ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തെ വിശ്വസിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. അതിനായി ദൈവത്തെ സ്തുതിക്കണം. ആ ദൈവത്തെ പിൻപറ്റാനുള്ള ഭാഗ്യം അതിന് നമുക്ക് കിട്ടി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജോസഫിനെ കൊല്ലാൻ പ്ലാനിട്ടെങ്കിലും പെട്ടെന്ന് വേറൊരാൾക്ക് ഒരു ആത്മാവെന്ന് ഇവനെ മിസ്രൈമിലേക്ക് വിൽക്കണം. നോക്കണം, പ്ലാൻ ദൈവം തെറ്റിച്ചു കളഞ്ഞു. അതുകൊണ്ട് നീ പേടിക്കണ്ട. നിനക്കെതിരായിട്ട് ആര് പ്ലാനിട്ടാലും, സംഘം കൂടിയാലും ശരി, ഒന്നിച്ചു കൂടിയാലും ശരി, നിന്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ അത് ദൈവം നിവർത്തിച്ചിരിക്കും. നീ ആ ദൈവത്തെ വിശ്വസിച്ചാൽ മാത്രം മതി. മനുഷ്യൻ്റെ പുറകെ ഓടരുത്, മജോറിറ്റിയുടെ പുറകെ ഓടരുത്, ആൾബലത്തിൻ്റെ പുറകെ ഓടരുത്. ദാനിയേലിനെ പോലെ നീ മുട്ടുകുത്തിയാൽ മതി. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. ഇതാണ് ഈ ബൈബിളിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ. അത് പഠിച്ചുകൊണ്ട് നമ്മൾ നാൾക്കുനാൾ വിശ്വാസത്തിൽ ദൈവത്തോട് വളർന്നു വരുന്നവരായിത്തീരണം. ഇവിടെ ഇതാ ആ ജോസഫ് മിസ്രൈമിൻ്റെ അധികാരിയായി. ചുമ്മാ അധികാരിയായതല്ലോ, അവനെയും ശരിയായിട്ട് ഫർണസിലിട്ട് ഉരുക്കിയെടുക്കുകയായിരുന്നു. കാരണം ജോസഫ് എന്ന് പറയുന്ന സ്വപ്നമൊക്കെ ഉണ്ടെങ്കിലും അവൻ്റെ ജീവിതത്തെ നോക്കിയാൽ കുറേ കുറവശങ്ങളില്ലായിരുന്നു അല്ലേ? ഒന്നാമത് അപ്പന് പ്രിയപ്പെട്ടവൻ, രണ്ടാമത് മറ്റുള്ള മുമ്പിൽ വേഷം കാണിക്കാൻ ഇഷ്ടപ്പെട്ടവനായിരുന്നു. ചേട്ടന്മാരവിടെ കീറിയ തോൽ വസ്ത്രവും ധരിച്ച് ഈ കൊടും വെയിലിൽ അവിടെ കഷ്ടപ്പെട്ട് ആടിനെ മേയ്ക്കുമ്പം ഒന്നാമത് ഉമ്മ പിടിക്കത്തില്ല, രണ്ടാമത് ആ സമയത്ത് വേണോ ഈ പലവർണ്ണ അങ്ങ് ഇട്ടുകൊണ്ട് പോകേണ്ടതാണോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അപ്പം അവന് സ്വയം ഷോ കാണിക്കുന്ന ഒരു ആത്മാവുണ്ടായിരുന്നു. കാരണം ഒന്നാമത് അപ്പനങ്ങ് ഒരുപാട് പുന്നാരിച്ച് വളർത്തി കേട്ടോ. മക്കളെ വളർത്തുമ്പോൾ ഈ പുന്നാരിച്ച് വളർത്തുന്ന പിള്ളേർ അവസാനം ഗതികേട്ടിലാകും കേട്ടോ. തല്ലു കൊടുക്കേണ്ട സമയത്ത് തല്ലു കൊടുക്കണം. ഒന്നാമത് ഇന്ന് കാലത്ത് 1, 2 ഉള്ളൂ. ഗവൺമെൻറ്റിൽ ഇപ്പോൾ നിയമം വന്നിട്ടില്ല. ഇനി വിദേശത്തൊക്കെയാണ് പിള്ളേരെ തല്ലിയാൽ നിങ്ങളകത്ത് പോകും. അതൊക്കെ പിശാചിൻ്റെ ഒരു വലിയ തന്ത്രങ്ങളാണ്. ഒരു ഭാഗം ഗുണമുണ്ട് എന്ന് പറയുന്നില്ല. അപ്പോൾ ചെറുപ്പത്തിലെ നമ്മളൊക്കെ തല്ലി കിട്ടിയല്ലേ വളർന്നത്. തല്ലി കിട്ടിയതിൻ്റെ ചൂട് വേണം. എൻ്റെ അപ്പനെന്നെ തല്ലിയാ വളർത്തിയെന്ന് പറയത്തില്ലയോ? ഇല്ലയോ? എൻ്റെ അപ്പനെന്നെ തല്ലിയാ വളർത്തിയത്. അപ്പോൾ ഒരുപാട് മക്കളെ പുന്നാരിപ്പിക്കരുത്. അവരിഷ്ടമുള്ള വസ്ത്രം അവരുടെ ആഗ്രഹപ്രകാരം വാങ്ങിച്ചു കൊടുത്ത് നശിപ്പിക്കരുത്. അതൊക്കെ നമുക്കൊരു നിയന്ത്രണം വേണം. പിള്ളേരെ സൂക്ഷിച്ചോണം. ഷൈൻ ചെയ്യാൻ വേണ്ടി നടന്ന അവസാനം പോയി വെള്ളത്തിലാകും കേട്ടോ. കൂടുതൽ ഉപദ്രവത്തിലൂടെ പോകേണ്ടി. അപ്പം ഇവൻ പലവർണ്ണമെങ്കിൽ ധരിച്ചുകൊണ്ട് ഈ ചേട്ടന്മാരുടെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത് അവന്മാർ ശരിയല്ല. കണ്ടപ്പോഴേ അവർക്ക് അസൂയാണ്. ഈ അപ്പൻ ഞങ്ങൾക്ക് തരാതെ അവന് മാത്രം ഇല്ലയോ, അവന് മാത്രം ചെയ്തു സ്പെഷ്യല് കൊടുത്തു. ഈ സ്പെഷ്യൽ പലയിടത്തും അപകടമാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും രഹസ്യമായിട്ടൊക്കെ ഉപയോഗിച്ചോളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജോസഫ്, രണ്ടാമത് ജോസഫിൻ്റെ കുറ്റം എന്താണ്? ഈ സഹോദരന്മാരുടെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ അപ്പൻ്റെ ചെവി തിന്നെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. അതൊരു നേട്ടമായിരുന്നു. അങ്ങനെ അപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അപ്പനവനെ കൂടുതൽ ഇഷ്ടമായി. ഇന്നുമൊക്കെ അങ്ങനെയാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാരായാലും നമ്മുടെ ആത്മീയ കോളത്തിൽ നടത്തിപ്പുകാരെന്ന് പറയുന്നവർക്കൂടും ചില പുള്ളികൾ പറ്റിയങ്ങ് നിൽക്കും. എന്നിട്ട് അവരെ വിശ്വസിക്കുമാറ് അടുത്തുള്ളവൻ്റെ കുറ്റമെല്ലാം പറയുമ്പോൾ അവർ പാവങ്ങളങ്ങ് വിശ്വസിച്ച് പോകും. കാരണം കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ തിരിഞ്ഞ് ഈ നടത്തിപ്പുകാരെന്ന് പറഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ അവർ ശിശുക്കളെ പോലെ ആകും. ആര് പറഞ്ഞാലും വിശ്വസിക്കും. ദാവീദ് കണ്ടില്ലേ? ദാവീദിന് മെഫിബോശത്തിന്റെ ഭൃത്യൻ പോയി കള്ളത്തരം പറഞ്ഞു. അത് ദാവീദ് അങ്ങ് വിശ്വസിച്ചു. ഉടനെ വിധിയും കൽപ്പിച്ചു. എന്താണ് 2 ശമൂവേലിൽ വായിക്കുന്നില്ലേ? വിധിയും കൽപ്പിച്ചു, അവൻ്റെ വസ്തുവെല്ലാം നീ എടുത്തു. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് രാജാവ് മെഫിബോശത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ കാര്യം തിരിഞ്ഞു, രാജാവ് ചമ്മിപ്പോവുകയും. ഇതുകൊണ്ട് അധികാരസ്ഥാനത്തിരിക്കുന്നവരും നടത്തിപ്പുകാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മുമ്പേ വന്ന് പറയുന്നവൻ അപ്പം നമ്മുടെ ഇഷ്ടതാരമായിരിക്കാം, നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം, അല്ല നമ്മുടെ ഇനത്തിൽപ്പെട്ടതായിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നു. പക്ഷെ സൂക്ഷിച്ചോണം. നിന്റെ കാല് വാരാൻ വേണ്ടിയായിരിക്കും വരുന്നത്. നിന്നെ അഡ്രസ്സ് ഇല്ലാത്തവനാക്കെ വരുമ്പോൾ സൂക്ഷിച്ചോണം. അതുകൊണ്ട് അത് കേൾക്കണം. മറ്റവരെ കേട്ടിട്ട് നീ വിധി കൽപ്പിക്കാവുള്ളൂ. 2 ഭാഗവും കേൾക്കാതെ ഒരു ഭാഗം മാത്രം കേട്ടാൽ നിങ്ങൾ വായിച്ച പോലെ മെഫിബോശത്ത് നിന്നെ ചതിക്കുന്നവരായിത്തീരും. അവസാനം ഈ മഹാരാജാവായ ദാവീദ് ഈ മുടന്തൻകാരനായ മെഫിബോശത്തിന് മുമ്പ് പോയി ചമ്മി പോയില്ലേ? ഈ ഗതികേട് വരാതിരിക്കാൻ മുമ്പേ വന്ന് ഗുണദോഷം പറയുന്നതൊന്നും കേൾക്കാൻ പോരുത്. അത് ആത്മീയ കോളത്തിൽ നടത്തിപ്പുകാരായിരുന്നാലും ശരി, രാഷ്ട്രത്തലവന്മാരായാലും ശരി, രാഷ്ട്രീയക്കന്മാരായാലും ഈ തിരുമുമ്പിൽ തുള്ളുന്നവന്മാരെല്ലാം സൂക്ഷിച്ചോണം. ഇപ്പം പലവന്മാരും ചതിവന്മാരാണ്. ഇത് ഇവർക്കറിയത്തില്ല. കാരണം ഇവർ പാവങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ കുറേ കഴിയുമ്പോൾ അവർ ശിശുക്കളെ പോലെ ആകും. അവിടെ 2 കൂട്ടർ ശ്രദ്ധിച്ചോണം. ആത്മീയ കോളത്തിൽ നടത്തിപ്പുകാർ ശ്രദ്ധിച്ചോണം, ഭൗമിക കോളത്തിലെ
ലീഡേഴ്സ് ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനെ ശ്രദ്ധിച്ചോണം. ഷേക്സ്പിയർ പറയും, നിന്റെ കൂടെ നിൽക്കുന്നവനെ തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ സിംഹാസനം സ്ഥിരപ്പെടുത്തില്ലെന്നാണ് ഷേക്സ്പിയറിൻ്റെ ഒരു പുസ്തകത്തിലുണ്ട്. അതുപോലെ നിന്റെ കൂടെ നിൽക്കുന്നവനെ പഠിച്ചാൽ അറിയാം നിന്റെ സ്റ്റാൻഡേർഡ് എന്നാന്നുള്ളത്. നിന്റെ മുൻപിൽ സ്ഥിരതയോടെ എപ്പോഴും നിൽക്കുന്നവരെ കാണുമ്പോൾ ഈ രാജാവിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന്, അല്ലെങ്കിൽ ഈ മുന്നിൽ നിൽക്കുന്നവൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിച്ചോണം. അപ്പോൾ യോസേഫ് പോയി തൻ്റെ സഹോദരന്മാരെ പറ്റി കുറ്റം പറയും, യാക്കോബ് അങ്ങ് വിശ്വസിക്കും. വിശ്വസിച്ചിട്ട് അവന്മാരുടെ എപ്പോഴും ഒരു നീരസം. ഇങ്ങനെയാണത് വളർന്നത്, കുടിപ്പക വളരുന്നത് പോലെ വളരും. അപ്പോൾ ഇവനെ കൊല്ലാൻ തീരുമാനം കൊന്നില്ല. അപ്പം ഇങ്ങനെയുള്ളതായ പല ദുർസ്വഭാവങ്ങൾ ആർക്കും ഉണ്ടായിരുന്നു? ജോസഫിനും ഉണ്ടായിരുന്നു. എന്നാൽ ജോസഫിനെ ദൈവം തിരഞ്ഞെടുത്തതാണ്. നിങ്ങളെ എന്നെയും പോലെ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവത്തിനെ തിരഞ്ഞെടുക്കും നമ്മളെ കൊണ്ട് വലിയ പുള്ളികളാണെന്ന് വിചാരിച്ചല്ല. ഇപ്പം ഞങ്ങളൊക്കെ സുവിശേഷ വേല വരുമ്പോൾ തീർപ്പാസ് തലയൊക്കെ വെച്ചുകൊണ്ട് വേർപിരിച്ച് ഈ വെള്ള ഡ്രസ്സ് വിട്ട് കഴിയുമ്പോൾ ഞങ്ങളേതാണ്ട് സിയോവനായി അല്ല കൊമ്പത്താന്ന് ചില വേലക്കാർക്കൊക്കെ തോന്നും. പിന്നെ നിലത്തും താഴെയൊന്നുമല്ല ചില പുള്ളികളുടെ പോക്കുകൾ. പിന്നെ കെട്ടിയിറക്കി പെണ്ണുപോലെ ചില വലിച്ചങ്ങ് കൊന്നത്തെങ്ങ് കയറും. ചില പിള്ളേർ ഒറ്റ ആവേശത്തിന് കൊന്നത്തെങ്ങനെ കയറും, ഇറങ്ങാൻ അറിയത്തില്ല. പിന്നെ എന്ത് ചെയ്യും? കെട്ടിയിറക്കി എന്ന് പറഞ്ഞ പോലെ വിലക്കാരും അതെ, വിശ്വാസം ചിലരും എന്ത് ചെയ്യും? രസമൊക്കെ ഇട്ട് അങ്ങ് നമ്മളെ 10 പേര് പൂഴ്ത്തി കഴിയും. പിന്നെ നമ്മുടെ ഭൂമിയിലും അല്ല സ്വർഗത്തിലും അല്ലാത്ത പോക്ക് പോകുന്ന പലരുമുണ്ട്. അങ്ങനല്ല. അങ്ങനെയുള്ളവരെ ദൈവം എന്ത് ചെയ്യും? പല പരിശോധനകൾ കൂടി നടത്തിയാണ് നമ്മളെ ക്രമീകരിക്കുന്നത്. പരിശോധന ഇല്ലാതെ ഒരു മനുഷ്യനും ശരിയാകത്തില്ല. പുത്രനെങ്കിലും, യേശുവിനെ പറ്റി പറയുമ്പോൾ, എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു 5:8 ഇപ്പോൾ പറഞ്ഞത്. ഇനി 2-ന്റെ 2-ാം വാക്യം, തൻ്റെ രക്ഷാനായകനെ അനേകർക്ക് തേജസ് നിർത്താൻ വേണ്ടി, ഇല്ലയോ? എബ്രായ ലേഖനം 2-ലില്ലയോ? 2-ന്റെ 10. സകലത്തിനും ലാക്കും. സകലത്തിനും ലാക്കും. ശ്രദ്ധിച്ചോണം, ഈ വാക്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോവാമെങ്കിൽ ഇതിൽ ചിലർക്ക് വളരെ പ്രയോജനപ്പെടും. എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്ക് ഇത് വളരെ പ്രയോജനപ്പെടും. ഈ മെസ്സേജ് വായിക്കാം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നവരാണ് ട്രെയിനിങ് മാസ്റ്റേഴ്സ്. അപ്പം നിങ്ങളിൽ ചിലരും, ഇവിടെ ഇരിക്കുന്ന ചിലർ, ഇത് കേൾക്കുന്നവർ ചിലരും ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉള്ളവരായിട്ട് മാറാൻ പോവുകയാണ്. മറ്റുള്ള അനേകർക്കും നിങ്ങളുടെ ജീവിതം പ്രയോജനപ്പെടുകയാണ്. അനേകരും ഈ ഒതുങ്ങിയ ജീവിതം ചെയ്തു പോകുന്നവരുണ്ട്, തങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാര്യ, കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ഒരു ചെറിയ ലോക്കൽ. എന്നാൽ നിങ്ങളിൽ ചിലവേ ദൈവം ചില പ്ലാനുണ്ട്. മറ്റനേകർക്കും നിങ്ങളെക്കൊണ്ട് വലിയ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആദ്യം ഈ പരീക്ഷയിൽ കൂടെ പോകേണ്ടത് ആവശ്യമാണ്. വായിക്കാം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ, തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞത് യുക്തം ആയി. ഒരു രക്ഷാനായകൻ, ഒരു ട്രെയിനിങ് മാസ്റ്റർ, അവൻ എല്ലാവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഇതുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത് എനിക്ക് മാത്രമുള്ള ഈ കഷ്ടം. എല്ലാവരും വിശ്വാസം, അവന്മാരെല്ലാം എത്ര സന്തോഷമായിട്ട് ജീവിക്കും, എനിക്കെന്താ ഈ കഷ്ടം? ഞാൻ വിശ്വാസത്തിൽ വന്ന മുതലേ ദൈവം എന്നെ എപ്പോഴും കഷ്ടത്തോട് നടത്തുക എന്ന് പറയുന്നില്ലേ? ഇത് ചില വേലക്കാർ പറയും. ചിലരിങ്ങനെ പരിഹാസം പറഞ്ഞ്, തമാശ പറഞ്ഞ് സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുമ്പോൾ ചില വേലക്കാരെ ഭയങ്കര, അവരത് വിടാൻ പാടില്ല, ഇത് വിടാൻ പാടില്ല, അവിടെ നിൽക്കാൻ പാടില്ല. അങ്ങനെ വേലക്കാർ കഷ്ടമുണ്ട്. വീടുകളിൽ ചില പിള്ളേരെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നടത്തും. അപ്പോൾ ഓർത്തോളം, അങ്ങനെ നീ നടത്തപ്പെടുമ്പോൾ ഓർത്തോണം, നീ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായിട്ട് വരേണ്ട ആളാണ്. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ സിംഹാസനത്തെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ടായത് 2 പേരുണ്ടായിരുന്നു. പഴയ നിയമം മുഴുവൻ വായിച്ചാൽ ശരിയായ സിംഹാസനത്തിലെത്തിയ 2 പേരുടെ കഥ. ഒന്ന് ജോസഫാണ്, മനസ്സാക്ഷിൻ കാലത്തിലെ ജോസഫ്, പോയ പാതയൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ? പിന്നൊന്നാണ് ദാവീദ്, ന്യായപ്രമാണ കാലത്തിലെ. ഇവർ 2 പേരും യേശു ക്രിസ്തുവിന് ചേട്ട നിഴലാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു, ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ. ഇപ്പം എല്ലാവർക്കും സിംഹാസനത്തിലിരിപ്പാൻ യോഗ്യത കിട്ടുകയില്ല. അപ്പം നീ മറ്റുള്ളവരെക്കാൾ പരീക്ഷയിൽ കൂടെ പോകുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ ഓർത്തോണം, ഇത് ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായിട്ട് വരുവാൻ വേണ്ടി
ദൈവം ഉദ്ദേശിക്കുന്ന തൻ്റെ സിംഹാസനത്തിലേക്ക്, ആ ഉയർന്ന അനുഭവത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് എനിക്ക് മറ്റുള്ളവരെക്കാൾ ഈ കഷ്ടങ്ങൾ കൂടുന്നു വിചാരിച്ചോളൂ. 5ാം ക്ലാസ് പാസ്സാകുന്നതിന് അത്രയും പഠിച്ചാൽ മതി. 10ാം ക്ലാസ്, BA, MA, MPhil, IAS, IPS, IFS ഇങ്ങനെ പോകുന്നവർ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കണം. അവർ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അധികാരസ്ഥരായിട്ട് വരികയാണ്. അധികാരസ്ഥരായിട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ RDO ഇവിടെ വന്നിരുന്നു. RDO വന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോക്കറ്റ് റിവാൾവറൊക്കെ ഉണ്ട്, താനിങ്ങനെ നിൽക്കുകയാണ് ജാഗ്രതയോടെ, സെക്യൂരിറ്റിയോടെ. ഞാൻ ചുമ്മാ സാറ് ഇരിക്കുക, ഇല്ലല്ല ഇതെൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തീരുന്നത് വരെ താൻ ഈ ഗണ്ണുമായിട്ട് നിൽക്കുകയാണ്. അതാണ് ഈ അധികാരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മെ നിശ്ചിതയിലും 1000 ലക്ഷത്തിലും ഭരണകർത്താക്കന്മാരാക്കി തീർക്കുവാൻ ഉദ്ദേശിക്കുന്ന വിശ്വാസികൾക്ക് മേലക്കാർക്കും അധിക കഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ വായിക്കുമ്പോൾ സകലത്തിൻ്റെ ലാക്കും വായിച്ചേക്കും. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ നോക്കണം. രക്ഷാനായകനെ, അനേകരെ രക്ഷയിലേക്ക് നടത്തുന്നവർ, അനേകരെ നീതിയിലേക്ക് നടത്തുന്നവർ ആരായി മാറും? രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം. ദാറ്റ്സ് എ പർപ്പസ്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്കെല്ലാം ഭൗമികമായി വർദ്ധിക്കുമ്പോൾ കർത്താവെ, ഞാൻ വിശ്വാസിയായിട്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും മേലോട്ട് നോക്കി നേരത്തോട് നേരെ കഴിക്കണമെന്ന് ചിലപ്പോൾ ചിന്തിക്കത്തില്ലേ? എല്ലാവർക്കും നല്ല ബംഗ്ലാവ് കൊടുക്കുമ്പോൾ എനിക്കിന്നും ചറ്റക്കുട്ടിലല്ലേ? അവിടൊക്കെ നമ്മൾ നോക്കേണ്ടത് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവരെ നോക്കണം. 5-ൽ വായിക്കുമ്പോഴേ കഷ്ടാനുഭവങ്ങളിൽ കൂടെ പോയ കർത്താവിനെ ധ്യാനിക്കണം. 5-ൽ വാക്യമില്ലേ? വായിക്കാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നോക്കണം, നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നോക്കണം. അപ്പോൾ അങ്ങനെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും പരാജിതരായില്ല. അവരുടെ മുഖം ലജ്ജിക്കേണ്ടി വരുന്നുമില്ല. നോക്കണം. അപ്പോൾ ആ കഷ്ടാനുഭവങ്ങളിൽ കൂടെ പോകുമ്പോൾ ഓർത്തോണം, വരും കാലത്തിൽ നമുക്ക് കൂടുതൽ മഹിമയുണ്ടാകും, തേജസ് ഉണ്ടാകും. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇവിടെ ജോസഫിനെ നമുക്കറിയാം. പിന്നീട് പോയ സ്ഥലമൊക്കെ നോക്കിയേ. ജോസഫിന് എപ്പോഴും തൻ്റെ പേര് ഞാൻ ജോസഫ് എന്ന് വെച്ചാൽ ഞാൻ മറ്റു സഹോദരന്മാരെ പോലെയല്ല, സ്പെഷ്യൽ ക്വാളിറ്റിയാണ് എന്നൊരു അഹംഭാവം ജോസഫിനുണ്ടായി. അവൻ ആ പേരിന് വലിയ പ്രാധാന്യം കൊടുത്തു. മനസ്സിലായോ? പക്ഷെ എന്ത് പറ്റി? ഇപ്പം അവൻ പോകുന്ന പരീക്ഷ 17-ാമത്തെ വയസ്സിൽ സഹോദരന്മാരവനെ ത്യജിച്ച്. എന്തൊരു വേദനയായിരിക്കും ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് അനുഭവിച്ച വ്യത, എന്തുമാത്രമായിരിക്കും. അത് കഴിഞ്ഞ് ഒരു പരുവത്തിൽ രക്ഷപ്പെട്ടു. പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നു, ഒരു പ്രൊമോഷൻ. അവൻ്റെ വീടിൻ്റെ ഓൾ ഇൻ ഓൾ ആക്കി. അവിടെ അവൻ ഓൾ ഇൻ ഓൾ ആയിരിക്കുന്ന സമയത്താണ് അവിടുത്തെ സ്ത്രീ നിമിത്തം പരീക്ഷയായത്. നോക്കണം, അവൻ കുറ്റക്കാരനല്ല. ആ കാര്യത്തിൽ അവൻ കുറ്റക്കാരനല്ല. അവൻ പറയുന്നു, ഈ വീട്ടിലെ മറ്റെല്ലാവരെയും എനിക്ക് അനുവദിച്ചിട്ടുണ്ട്, നിന്നെ ഒഴികെ. നീ അവൻ്റെ ഭാര്യയാണ്. അപ്പോൾ നീ അവൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ നിന്നോട് പാപം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. അത്രയും തീരുമാനത്തോടെ ജീവിച്ചെങ്കിലും ജോസഫിന് നേരെ തിരിഞ്ഞു. അവൾ അവനെതിരായിട്ട് FIR കൊടുത്തു, ഇല്ലയോ? എന്താ വന്ന ഇല്ലാത്ത കഥ പറഞ്ഞു, പീഡന കഥ പറഞ്ഞിട്ട് അവൻ ലോക്കപ്പിലായി. എന്തോ ഒരു കഷ്ടമെന്ന് നോക്കി. ഇതോടെ അവൻ്റെ പേരും ആ ദേശം മുഴുവനും ജോസഫ് എന്ന് പറയുന്നൊരു എബ്രായൻ്റെ പേര് അഡ്രസ് ഇല്ലാതായിപ്പോയി. നോക്കണം. ഒരു ദിവസം പറഞ്ഞ് ജോസഫിൻ്റെ പേര് ദൈവം കൂടെ കളയുകയായിരുന്നു ചെയ്തത്. ഈ പേര് ഇവിടെ വേണ്ട. ആക്ച്വലി ആ പേരിനും വലിയ പ്രാധാന്യം. ജോസഫ്, എന്തോ ജോസഫ്, ഇല്ലയോ? കേട്ടാലൊരു സുഖം തോന്നില്ല. ഇപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ ചില പേരൊക്കെ കേട്ടാൽ എന്നെ രസമാണ്, അല്ലയോ? ബീർബൽ സിംഗ്, പിന്നെ മഹേന്ദ്ര സിംഗ്, പിന്നെ നമ്മുടെ പഴയ പ്രധാനമന്ത്രിയുടെ പേര് മൻമോഹൻ സിംഗ് എന്ന് വേണ്ടതൊക്കെ നല്ല കേൾക്കുമ്പോൾ തന്നെ ഈ ജോസഫ്, മത്തായി, ജാക്കോ, തോമ, കേരളത്തിലെ പേരൊക്കെ കേട്ടാൽ ഒരു സുഖമില്ല, പക്ഷെ ഒരു രുചിയുണ്ട് കേട്ടോ. ആ വിളിക്കൊക്കെ കുടുംബങ്ങളൊരു ബന്ധങ്ങളുണ്ടെങ്കിലും. അപ്പോൾ ജോസഫിൻ്റെ പേര് അന്നേ കളയാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ജോസഫിൻ്റെ പേര് പോയി.
ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാപനങ്ങളിൽ, നിങ്ങളുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ പേര് പോയാൽ നിങ്ങൾ പേടിക്കണ്ട. കാരണം ഇനിമേൽ നിങ്ങൾ അറിയപ്പെടുന്ന ആ പേരിലല്ല. കർത്താവ് പറയുന്നത്, ഇനി ഞാൻ നിനക്കൊരു പുതിയ പേര് തരും, പുതിയ നാമം തരും. പിന്നെയും പോകുമ്പോൾ എൻ്റെ നാമവും പിതാവിൻ്റെ നാമവും നിനക്ക് തരും. ഇതിന് അവകാശിയാക്കി തീരണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാകണം. പേര് പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ ഇല്ലാതെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത്രയും കാലം ഇല്ലയോ? തൃശ്ശൂരിലെ ഒരു സഹോദരൻ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. പുള്ളി നല്ല കട്ട മീശയുണ്ടായിരുന്നു, നല്ലൊരു കട്ട കറുത്ത് മീശയാണ് കേട്ടോ. ഈ പുള്ളി കരടി നെയ്യൊക്കെ ഇട്ടുണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. പിന്നെ ഹെഡ് മാസ്റ്ററായത്. കരടി നെയ്യ് ഇട്ടാൽ മീശയ്ക്ക് കളർ കൂടും, കാഴ്ചയ്ക്കൊക്കെ എന്തൊക്കെ ഉണ്ടെന്നാണ്. അങ്ങനെയൊക്കെ വളർത്തിയെടുത്ത് മീശയാണ്. പാസ്റ്റർ എം ജെ മാത്യു ഇങ്ങോട്ട് വന്ന്, നീ ആരാന്ന് ചോദിച്ചു. അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥൻ, ഗസറ്റഡ് ഓഫീസറാണ്. ഒരു മീറ്റിംഗ് ചോദിച്ചു, നീ ആരാ? അപ്പോൾ ഞാനിവിടുത്തെ വിശ്വാസിയോ നിന്നെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. പുള്ളിക്ക് അപ്പം വിശ്വാസികളും വേലക്കാരും എല്ലാം ഭയങ്കരമായിട്ടങ്ങ് ബഹുമാനിക്കുന്ന ആളാണ്. ആൾ നല്ല മനുഷ്യനുമാണ് കേട്ടോ, ആൾ നല്ല മനുഷ്യനുമാണ്. നിന്നെ കണ്ടിട്ടൊരു വിശ്വാസിയെ പോകുന്നത് കാണുന്നില്ലല്ലോ, നീ ഒരു ചട്ടമ്പിയാണല്ലോടാ, നിൻ്റെ മീശ കണ്ടാൽ നീ റൗഡിയായിട്ട് തോന്നുന്നു. അയ്യോ, പുള്ളിക്ക് ഈ താഴെ മുതൽ ഏതാണ് പെരുപ്പിങ്ങനെ കയറി വന്നാണ് പറഞ്ഞതാണ്. എന്നാലും പുള്ളി ഇച്ചിരി അറിവുള്ളവനായതുകൊണ്ട് അടക്കി. വീട്ടിൽ ചെന്ന് മനസ്സിലായി, നടത്തിപ്പാർ പറയുന്ന അനുസരിച്ച് പുള്ളി മീശയെടുത്തു. പക്ഷേ മീശയെടുത്ത് പുള്ളിയാണെങ്കിലും കൊണ്ടത് ഏറ്റത് ഭാര്യയ്ക്കാണ്. കാരണം ഭാര്യ പുള്ളിയേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ്? മീശയാണ്. നടന്ന സംഭവമാണ്. 3 ദിവസം ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. 2 വയസ്സുള്ള ഇളയ കുട്ടിക്ക് പോലും അയലോക്കാർ ഒന്നാണ്, നിങ്ങൾ ആരോട് ചോദിച്ച് മീശയെടുത്തു? നിങ്ങൾ ഈ മീശയും വെച്ച് എൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് അഭിമാനമായിരുന്നു. അതും വിശ്വാസിയാണ് ഭാര്യ. 3 ദിവസം അവൾ പട്ടിണി കിടക്കുന്നു, ഭർത്താവിന് കൊടുക്കും. അപ്പോൾ ഭർത്താവിനേക്കാൾ എന്തിനാണ്? മീശ വെച്ചിട്ടല്ലാതെ ഞാനിനി അടുപ്പ് കത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതേ പാസ്റ്റർ എം ജെ മാത്യു അവിടെ ചെന്ന് അവളോട് ഗുണദോഷം പറഞ്ഞാൽ അവൾ മനസ്സാന്തരപ്പെട്ടു. പിന്നെ നല്ല അഭിനമീശൊന്നും വെച്ചില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചിലതിനൊക്കെ ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ട് നടക്കും കേട്ടോ. ബാക്കിയെല്ലാം പഠിക്കുമ്പോൾ എത്ര പെട്ടെന്ന് പഠിക്കുന്നു, പക്ഷെ ഇവിടെ വരുമ്പം ഇല്ലയോ? അപ്പോൾ ആ ഡെക്കറേഷൻ സ്പിരിറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഓരോരുത്തരും സൂക്ഷിക്കുക. ആവശ്യമില്ലാത്തൊക്കെ ഒരു ദിവസം എന്ത് ചെയ്യും? അവിടെ തന്നെ പരീക്ഷ വരും. അവിടെ തന്നെ നാം ഏതിനെ അധികം സ്നേഹിക്കുന്നു അതിന്. ഇപ്പോൾ ജോസഫ് തൻ്റെ പേരിനെ സ്നേഹിച്ചു പോയി. ഇപ്പോൾ ദേശത്ത് പറയാൻ കൊള്ളാവുന്ന പേരാണോ? കെട്ടാലെ ആക്ഷേപം നിന്ന അവൻ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ പ്ലാൻ നോക്കണേ. ഇവനെ ആരാക്കണം? മിസ്രൈമിൻ്റെ അധികാരിയാക്കി മാറ്റുന്നതിന് മുമ്പ് അവന് ട്രെയിനിങ് വേണ്ടേ, പഠിത്തം വേണ്ടേ? അതിന് ജോസഫിനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിലടച്ചു. പക്ഷേ ഈ കാരാഗ്രഹത്തിൻ്റെ വിശേഷത, ഇത് രാജാവിൻ്റെയും രാജകുടുംബത്തിൽപ്പെട്ടവരെ ശിക്ഷിച്ചിടുന്ന സ്ഥലങ്ങളാണ്. സാധാരണ ലോക്കൽ ആളുകളെയല്ല, ഹൈഗ്രേഡ് ആളുകളെ ശിക്ഷിക്കുന്ന സ്ഥലത്താണ് ജോസഫിനെ കൊണ്ടിട്ട്. കാരണം അവൻ പൊത്തിഫറിൻ്റെ ജനറൽ മാനേജരാണ്. പൊത്തിഫർ ഫാമിലി എന്ന് പറഞ്ഞാൽ ദേശത്തിലെ പുരോഹിത കുടുംബമാണ്. ആ പുരോഹിത കുടുംബത്തിലെ പുരോഹിതന്മാരും രാജാക്കന്മാരുമാണ് റോയൽ കുടുംബങ്ങൾ. അപ്പോൾ ആ കുടുംബങ്ങളിൽപ്പെട്ട ജോലിക്കാരെ ശിക്ഷിക്കുന്ന സ്ഥലമാണ് ഈ ഹൈഗ്രേഡ് ജയിലെന്ന് പറയുന്നത്, എ ക്ലാസ് ജയിൽ. അപ്പോൾ അവിടെ സാധാരണക്കാരല്ല വരുന്നത്. ജോസഫിനെ അവിടെ കൊണ്ടിട്ടു. തൊട്ട് പിന്നാലെ ഫറവോൻ്റെ അരമനയിൽ നിന്ന് പലരും വരാൻ തുടങ്ങി. ഇവിടെ വെച്ച് എന്താ സംഭവിച്ചത്? ദൈവം നോക്കണം, അവൻ്റെ നല്ല സ്വഭാവം കൊണ്ട് അവരെ ജയിലിലെ വാർഡറാക്കി, അല്ലെങ്കിൽ അതിൻ്റെ ഇൻചാർജാക്കി മാറ്റി. അപ്പോൾ അവിടെയുള്ള എല്ലാ ജയിൽ പുള്ളികളും തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ജോസഫിനോട് പറയേണ്ടത്. ജോസഫാണ് ആദ്യം, പിന്നീടാണ് ജയിൽ സൂപ്രണ്ട് വരുത്തുന്നത്. അങ്ങനെ ജോസഫ് ഇവരെ കൈകാര്യം ചെയ്ത് വരുന്നത് എന്തിനാണെന്ന് ജോസഫിന് പോലും അറിയുന്നില്ല. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു കോഴ്സ് പഠിക്കുകയാണ്. എന്താ? ഹ്യൂമൻ റിസോഴ്സോ അല്ലെങ്കിൽ ജനറൽ സയൻസോ ഏതോ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജോസഫ് പോലും അറിയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സ്വപ്നം കണ്ട് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഒരുത്തിന് പ്രൊമോഷനായ സ്വപ്നം നിറവേറി ചത്തു. അപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ 3 വർഷമായിട്ട് അവൻ കിടക്കുക. 3 വർഷമായിട്ട് ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുക. 3 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് ഒരു പ്രൊമോഷൻ സമയമായി. നമ്മുടെ ഭാഷ പറഞ്ഞ ഡിഗ്രി അല്ലേ, ഡിഗ്രി കോഴ്സ് 17 വയസ്സെന്ന് പറയും +2 കഴിഞ്ഞ് വന്നവനാ അല്ലേ. ഇന്നത്തെ കാലത്ത് 17 വയസ്സാണ് വന്നത്.
അപ്പോൾ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഹയർ സ്റ്റഡിക്ക് മിസ്രൈമിലേക്ക് പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 3 വർഷം ഡിഗ്രി സ്വന്തമാക്കി. ഡിഗ്രി പഠിച്ചാൽ നമുക്കിന്നറിയാം കിട്ടിയാൽ ഒരു ക്ലറിക്കൽ പോസ്റ്റ് കിട്ടും, അല്ലയോ? മാക്സിമം ഒരു ക്ലറിക്കൽ പോസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അവൻ അപ്ലിക്കേഷൻ കൊടുത്തു. ആര്? ജോസഫ്. ആ അപ്പക്കാരൻ്റെ പോസ്റ്റ് ഉണ്ടല്ലോ, അതിന് ഡിഗ്രിയൊക്കെ മതി. പക്ഷെ അവൻ മറന്നുപോയി. അവൻ സംഗതി മറന്നുപോയി. 2 വർഷം കഴിഞ്ഞെന്നാണ് പറഞ്ഞല്ലേ? 2 വർഷം അവൻ മറന്നുപോയി. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് അവൻ എന്ത് ചെയ്തു? PG എടുത്തു. ജോസഫ് ഡിഗ്രിയും കഴിഞ്ഞ് PG എടുത്ത പിന്നെ ഒഫീഷ്യൽ റാങ്കാണ്. PG എടുത്തവന് പിന്നെ ഒഫീഷ്യൽ പോസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവൻ തന്നെ മറന്നുപോയെന്ന് ഓർത്തു. ജോസഫിനെ കുറിച്ച് രാജാവിനോട് പറഞ്ഞു. ദൈവം രാജാവിന് സ്വപ്നം കൊടുത്തു. ഈ കാരാഗ്രഹവാസം കഴിഞ്ഞു. അവൻ്റെ മുടിയും തീക്ഷയെല്ലാം മാറ്റി നല്ല കുട്ടപ്പനാക്കി കുളിച്ച് വൃത്തിയാക്കി തൈലം പൂശി വസ്ത്രമിട്ട് മോതിരമിട്ട് നിമിഷങ്ങൾ കൊണ്ട് അവനെ 2ാം സ്ഥാനത്ത് വാഴിക്കുകയും ചെയ്തു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെ ജോസഫ് കഷ്ടാനുഭവങ്ങൾ കൂടി പോയി യുക്തനായി ആ കസേരയ്ക്ക് യോഗ്യനായി തീർന്നു. ഇതാണ് നമ്മുടെ യേശു ക്രിസ്തു. പുത്രനെങ്കിൽ താൻ അനുഭവിച്ച സകലത്തിൻ്റെ ലാക്കും സകലത്തിന് കാരണഭൂതനായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ കഷ്ടാനുഭവങ്ങൾ കൂടി അങ്ങനെ ജോസഫ് സ്ഥിരപ്പെട്ടു. ഇനി ആര് സ്ഥിരപ്പെടണം? ആര് സ്ഥിരപ്പെടണം? ജോസഫിൻ്റെ സഹോദരന്മാർ ഇപ്പോഴും ഇവിടെ കിടക്കുക. പഴയ കുറ്റിയെ തന്നെ കെട്ടിയിരിക്കുന്നത്, അല്ലേ? പണ്ടത്തെ കുറ്റിയെ തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. പണ്ട് പല മനുഷ്യരും ഈ ഒടിഞ്ഞു പോയ കുറ്റികളൊക്കെ പശുവിനെ കെട്ടി. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ എല്ലാം കേരളയില്ല പശുവിനെ കെട്ടുന്നു. ഇപ്പോൾ കെട്ടുന്നത് കേരളയിൽ പശുവിനെ കെട്ടുന്ന മതി. കഴിഞ്ഞ ദിവസം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ പുരോഗമനം വരികയാണ്. അപ്പോൾ യുവമാരും പഴയ കുറ്റിയിൽ നിന്ന് പുതുക്കം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ജോസഫിൻ്റെ സഹോദരന്മാരാന്ന് പറഞ്ഞാൽ പോലും അതിനൊരു യോഗ്യരല്ല. കാരണം എന്താ? സ്വന്തം സഹോദരനെ വിറ്റ് പുട്ടടിച്ചവന്മാരാണ്. എന്നിട്ട് അവൻ്റെ വസ്ത്രം, ശ്രദ്ധിച്ചോണം, അവൻ്റെ വസ്ത്രം ആട്ടിൻ്റെ രക്തത്തിൽ മുക്കിക്കൊണ്ട് അപ്പൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തിട്ട് അപ്പൻ്റെ നെഞ്ചു വളർത്തിയ പാർട്ടികൾ ആര്? നമ്മളൊക്കെ തന്നെ. നമ്മുടെ ജോസഫ് തൻ്റെ കഷ്ടാനുഭവങ്ങൾ പൂർത്തീകരിച്ച് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കും. ഇനി ആര് വരണം? ഞാനും ശാമുവേലും തങ്കവേലും ബിനോയച്ചനും ബെന്നിയും പിന്നെ ഈ പാർട്ടികളെല്ലാം ഒന്ന് ക്രമീകരിച്ച് വരാൻ വേണ്ടിയാണ് നമ്മളെ ഇപ്പോൾ ട്രെയിനിങ് തന്നെ നടത്തുന്നത്. സുശേഷപരക്കാരെ യൂണിഫോം ഇട്ടുകൊണ്ടാകുന്നില്ല. അവനവൻ്റെ തനികൂടം എല്ലാവർക്കും ഉണ്ട്. എവിടെ ജനിച്ചു എവിടെ വളർന്നോ ഇതും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് ആ തിരിച്ചറിവ് വേലക്കാർക്കും ഉണ്ടായിരിക്കണം. നിങ്ങൾ വേലയിൽ വന്ന് 7 വർഷം കഴിഞ്ഞാൽ മൂപ്പം കിട്ടി, പിന്നെ പാപ്പ പട്ടം കിട്ടി, അല്ല മദർ പട്ടം കിട്ടിയൊന്നും കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ പുതുക്കം സ്വഭാവ രൂപീകരണം പ്രാപിക്കാത്തതും കാലം അഹങ്കാരവും നിഗളം കൊണ്ട് വഷളാകത്തേ ഉള്ളൂ. ഇപ്പം ജോസഫ് മിസ്രൈമിൽ പോയിട്ട് എത്ര ആളായി? 22 വർഷം. 22 വർഷമായി ജോസഫ് മിസ്രൈമിൽ അധികാരിയായിട്ട് തുടരുകയാണ്. 17ാമത്തെ വയസ്സിൽ പോയി. എത്ര വയസ്സിൽ രാജാവല്ലേ സ്ഥാനത്ത് വന്നു? 30 അല്ലേ? അപ്പം 17, 13. ആദ്യത്തെ 7 വർഷത്തെ ക്ഷാമകാലം കഴിഞ്ഞു. അപ്പോൾ എത്രയായി? 13, 7, 20. 2ാമത്തെ ക്ഷേമകാലം കഴിഞ്ഞു. ഇനി ക്ഷാമകാലം വരുന്നു. 2 വർഷമായെന്നാണ്. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് യാക്കോബിൻ്റെ പുത്രന്മാർ മിസ്രൈമിൽ ധാന്യം കൊള്ളാൻ വരുന്നത്. അപ്പോൾ എത്ര വർഷമായി? 22 വർഷം. ഈ 22 വർഷക്കാലം നമ്മുടെ സഹോദരന്മാരങ്ങ് നമ്മൾ തന്നെ, ഈ വലിയ പെന്തക്കോസ്തുകാർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്നവന്മാരെ പോലെ നമ്മളും എങ്ങനെ നടക്കുക? പോകുന്നിടത്തൊക്കെ സാക്ഷി പറയുമ്പോൾ എടുക്കുക. ഞങ്ങൾ പരമാർത്ഥികൾ, ഒരപ്പൻ്റെ മക്കൾ, പിന്നെ ഒരുത്തനിപ്പോൾ ഇല്ല, പിന്നെ മറ്റവൻ വീട്ടിലുണ്ട്. ഉയ്യോ എന്തോന്നല്ല അനുഗ്രഹിക്കപ്പെട്ട കൂട്ടാൻ ഇസ്രായേലിൻ്റെ കുടുംബം എത്ര ഇല്ലയോ? നമ്മുടെ ദീപ് പെന്തിക്കോസ് മിഷൻ അല്ലെങ്കിൽ എന്ത് പെന്തിക്കോസും ആയിക്കോട്ടെ, എല്ലാം ശരിയാ. പക്ഷെ നീ ശരിയാകാത്തത്തോളം കാലം ദൈവം നിന്നെ ശരിയാക്കി എടുക്കുന്നില്ലെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ സുവിശേഷ വേല വന്നതിൻ്റെ കണക്കല്ല നമുക്ക് ആവശ്യം. അവിടെ കിട്ടിയ പട്ടത്വമല്ല ആവശ്യം. നീ എന്തത്തോളം ആയി, എവിടം വരെ ആയെന്നുള്ളതാണ് ഓരോ വിശ്വാസി മേലക്കാരും കണക്കൂട്ടേണ്ടത്. അങ്ങനെ 22 വർഷമായിട്ട് ഇവർ പോകുന്നിടത്തൊക്കെ സാക്ഷി പറയുക. കാണുന്ന കൺവെൻഷൻ സ്റ്റേജിലെ പിന്നെ അവിടെ ഇവിടെയൊക്കെ സാക്ഷി പറയും. ഞങ്ങൾ പരമാർത്ഥികൾ, ഞങ്ങൾ ബന്ധുക്കോസുകാർ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവർ, സ്നാനം മറ്റൊരു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവർക്ക് എല്ലാത്തിനും ഇല്ലാത്ത അന്യഭാഷ കിട്ടിയൊക്കെ ശരിയാണ്. പക്ഷെ അകത്തെന്തിരിക്കുന്നു ആർക്കും അറിയത്തില്ല. എല്ലാവർക്കും സന്തോഷം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ആ ഇസ്രായേലിലെ മക്കളൊക്കെ എന്തോ ഒരു പരമാർത്ഥികളാണ് അല്ലേ?
എല്ലാം ഒന്നിച്ചാണ് പോകുന്നത്. എല്ലാം അകത്തിങ്ങനെ ഇതെല്ലാം ഇരുന്നാലും പറച്ചില്ലേ യവന്മാരെല്ലാം ഒന്നാണ്. ചില നമ്മളെപ്പോലുള്ള പാർട്ടികളെ പോലെ പറയുമ്പോഴോ എല്ലാവരും ഒന്നാണ്, അനുഭവത്തിൽ വരുമ്പോഴോ കമ്മ്യൂണിസ്റ്റുകാരനും ബി ജെ പിക്കാരനും പിന്നെ കോൺഗ്രസ്സുകാരനും ആ ജാതി ഈ ജാതി ആയാലും ആ ഭാഷ ഇത് വിട്ടുപോകാത്ത പലരും ഇപ്പോഴും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, അതിനാണ് ഈ മിഷൻ കൊണ്ടുവന്നത്. അവിടെ പേടിക്കണ്ട, ഇതിനകത്ത് കൊണ്ടുവന്നതിന് തന്നെ ഈ സ്വഭാവങ്ങളെല്ലാം മാറ്റിയെടുക്കണം. പക്ഷെ ഇവിടെ വന്ന് ഒരുപാട് പേരുള്ള മിംഗ്ലിങ്ങും ബൈബിളിലെ അനേക കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നല്ലത് പഠിക്കേണ്ടതിന് പകരം പലതും തലതിരിഞ്ഞ് പഠിച്ച് അഭ്യാസം കൊണ്ട് നടക്കുകയാണ്. വാക്കിൽ നല്ല മധുരമായ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പലയിടത്തും പോയി തട്ടിപ്പ് കാണിച്ച് വർഷോത്ര കഴിഞ്ഞു. 22 വർഷം. അപ്പോൾ 22 വർഷം ചെറുതാണ്. ഒരു പാസ്സാകാൻ 20 വർഷം മതി, ഇല്ലയോ? അപ്പം യോഗ്യതയ്ക്ക് അപ്പുറത്ത് കഴിഞ്ഞു. എന്നാലും സാക്ഷ്യം എന്താ? ഞങ്ങൾ പരമാർത്ഥികൾ, ഒരപ്പൻ്റെ മക്കൾ, അല്ലേ? അങ്ങനെ കറങ്ങി എവിടെ വന്നു? ജോസഫിൻ്റെ അടുത്ത് വന്നു. അവിടെയാണ് വിഷയം. അപ്പം ഇതുവരെയും ഈ ഇസ്രായേലിൻ്റെ പുത്രന്മാരെ, യെശൂരിൻ്റെ മക്കളെ ശുദ്ധീകരിക്കാൻ ആർക്കും താല്പര്യമില്ല, അതിനുള്ള സമയമായില്ല. പക്ഷെ സമയം വന്നു. എല്ലാത്തിനും സമയമുണ്ട്. ദർ ഇസ് എ ടൈം ഫോർ എവറിത്തിങ്. ഒരു സമയം വരുമ്പോഴാണ് ശുദ്ധീകരിക്കുന്നത്. കുമളിക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടോ? നിങ്ങളുടെ സമയം വന്നപ്പോൾ ഇവിടെ ഉണ്ടായ ഇളക്കപ്പെരുപ്പം കണ്ടില്ലേ? വിശ്വാസ വീട്ടിൽ ഇളക്കപ്പെരുപ്പം കണ്ടില്ലേ? ഇതുപോലെ ഓരോരുത്തർക്കും ഒരു സമയമുണ്ട്. അത് ദൈവത്തിൻ്റെ സമയമാണ്. തിരിച്ചറിഞ്ഞ് ശരിയായി ശുദ്ധീകരിക്കാമെങ്കിൽ ഈ പീരീഡ് കഴിഞ്ഞാൽ ജോസഫ് സിംഹാസനത്തിരിക്കുന്ന പോലെ മിസ്രൈമിൽ നിങ്ങളും ശ്രേഷ്ഠരാകും. ഇല്ലെങ്കിൽ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇതാണ് എൻ്റെ മെയിൻ തീം. അങ്ങനെ ഇപ്പോൾ ഇവർ 42-ാം അധ്യായത്തിൽ വന്ന് എന്താ പറയുന്നത്? വായിച്ച് അവിടെ പറയുന്നു, ഞങ്ങൾ ഒരപ്പൻ്റെ മക്കൾ. നോക്കണം, അതിൻ്റെ 8-ാം വാക്യം വായിച്ച്, ഇല്ലെങ്കിൽ 7-ാം വാക്യം പോലും വായിച്ചു, 7 കൂടി ചേർത്ത്. യോസേഫ് തന്റെ സഹോദരന്മാരെ കണ്ടാറേ അവനെ അറിഞ്ഞു. നോക്കണം, ശ്രദ്ധിച്ചോണേ, ഇതിനകത്തൊക്കെ യേശുവായിട്ട് നമുക്കൊരു വലിയ ബന്ധമുണ്ട്. ജോസഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ചു. എന്തിനാ? ഇവരെത്രത്തോളമായി. ചില സമയത്ത് ദൈവം നമ്മളെ അറിയാത്തവനെ പോലെ ആകുന്നതിൻ്റെ കാരണം നമ്മൾ ഇനിയും ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അവിടെ അറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സ്നേഹം കൂടും, പിന്നെ ഒരുപാട് കൺസെഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനല്ലേ? ഇപ്പോഴും നമ്മളങ്ങനല്ലേ? നമുക്ക് ആരെങ്കിലും സ്നേഹം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ തെറ്റൊന്നും വിഷയമല്ല. അവരെന്ത് ചെയ്താലും സോദരം സാരമില്ല, അത് സാരമില്ല, അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ശരിയായിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തവനെയോ ആ പോയിന്റിൽ വെച്ച് അവനെ ശരിപ്പെടുത്തണമെന്ന് തോന്നും. അതുകൊണ്ടാണ് ഈ ദൈവം അധികം സ്നേഹം കാണിക്കാത്തത്. ദൈവം മാത്രമല്ല, നമ്മുടെ നടത്തിപ്പുകാരും ഹൃദയത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ അവർ കാണിക്കാത്തതിൻ്റെ കാരണം നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ മാതാപിതാക്കന്മാരും അങ്ങനെ ആയിരിക്കണം. സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കണം. അത് കുടഞ്ഞിട്ട് മക്കളെ കൊടുത്ത് വഷളാക്കരുത്. ആ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ശാസിക്കേണ്ടതിനെ ശാസിക്കണം, ശിക്ഷിക്കേണ്ടതിനെ ശിക്ഷിച്ച് വളച്ചെങ്കിൽ മാത്രമേ അത് ശരിയാകൂ. അപ്പം ജോസഫ് സഹോദരന്മാരെ അറിഞ്ഞെങ്കിലും അറിയാത്ത ഭാവം കാണിച്ചു. വായിക്കാം. അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു. പക തീർക്കാനാണോ? പഴയ വൈരാഗ്യം തീർക്കാനാണോ? അല്ല. ചിലപ്പോൾ നിങ്ങളുടെ സഭയിൽ ദൈവം ചില പ്രത്യേക നടത്തിപ്പുകാരെ അയക്കും. അവർ വന്ന് നിങ്ങളോട് ചിലപ്പോൾ കഠിനമായി സംസാരിക്കുന്ന പോലെ തോന്നും. മറ്റുള്ളവരോ അയ്യോ നല്ല പോളിഷ് ഇട്ടാണ് നിങ്ങൾ പറയുന്നില്ല, അവർ കേട്ട് അവർ നിങ്ങളെ സോപ്പിട്ട് ഓയിലിട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ പരിശീലിക്കുന്ന വിശ്വാസികൾക്കും വേലക്കാർക്കും ഈ നടത്തിപ്പ് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോഴാണ് അവർ ഇവർക്കെതിരായിട്ട് ഇവരെ മാറ്റാനും ഇല്ലാത്ത പരിശ്രമമൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. അവർക്ക് തിരിച്ചറിയുന്നില്ല. കാരണം ഇവർ വളർന്നിട്ടില്ല. പരിജ്ഞാനമില്ലായെങ്കിൽ ഈ ജനം നശിച്ചു പോകുന്നു. ഇവരുടെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇവരെ പേടിച്ച് വരുന്ന വേലക്കാർ മിണ്ടാതൊക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലും അവരുടെ കാലം കഴിച്ചു കൂട്ടണം. നടത്തിപ്പുകാർ ചിലപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് വരും, പക്ഷെ അത് അപകടമാണ്. എന്നാൽ ഇവിടെ ജോസഫ് അവരോട് കഠിനമായിട്ട് ഇടപെട്ടു. ജോസഫിൻ്റെ കുറ്റമാണോ? അല്ല, അതിൻ്റെ റിസൾട്ട് നോക്കണം. ഇപ്പോൾ ജോസഫ് അവരോട് കഠിനമായി ഇടപെട്ടു. അതിൻ്റെ 11-ാം വാക്യം വായിച്ച്, ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. 22 വർഷമായിട്ട് ഇത് പറഞ്ഞ് ഞങ്ങൾ ശീലിച്ചു പോയതാ. നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് ശീലിച്ചതുകൊണ്ട് ഒരു ഉളുപ്പും ഇല്ലാതെ അങ്ങ് പറയും, ഇല്ലേ? ഒരു ഉളുപ്പും ഇല്ലാതെ അങ്ങ് പറയും. കാരണം ശീലമായിപ്പോയി. 22 വർഷമായി സ്വന്തം തന്തയുടെ ചങ്ക് വളർത്തിയവന്മാര് രണ്ടാമത് സ്വന്തം ചേട്ടനെ സ്വന്തം അനിയനെ വിറ്റ് പുട്ടടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാ. ദൈവം ഇടപെട്ടുകൊണ്ട് നടന്നില്ല. ഈ പാർട്ടികളാണ് എന്ത് പറയുന്നത്?
ഹലോ, എന്താ പറയുന്നത്? ഞങ്ങൾ പരമാർത്ഥികൾ. കേട്ടോ ബന്ധുക്കോസുകാരെ, ശുശ്രൂഷകരെ, വിശ്വാസികളെ, നിന്റെ ഈ പരമാർത്ഥം നീ പറഞ്ഞത് ഒന്ന് തെളിയിക്കണ്ടേ? തെളിയിക്കണം. തെളിയിക്കാതെ ദൈവം തന്നെ ഉയർത്തത്തില്ല. ഇവിടെയല്ല. ദൈവത്തോട് നിനക്ക് സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ നീ പരമാർത്ഥിയാണോ എന്ന് തെളിയിക്കണം. ഇല്ലെങ്കിൽ പരമാർത്ഥിയിലേക്ക് ദൈവം കൊണ്ടുവരണം. അതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ വാജ് പഠിച്ചൊന്നും മുന്നോട്ട് പോകണം. ഇവന്മാർ വാജ് പഠിക്കാൻ വേണ്ടി 22 വർഷമായി. പോകുന്നിടത്തെല്ലാം വാജ് പഠിച്ച് അവരെല്ലാം കമത്തി അടിച്ചിട്ട് വന്ന പാർട്ടികളാണ്. ഇപ്പം വന്ന് നിൽക്കുന്ന ആരുടെ എന്നാ ധൈര്യത്തോടെ അവിടെ പറയുന്നു, ഞങ്ങൾ പരമാർത്ഥികൾ, ഒരപ്പൻ്റെ മക്കൾ, ഒരുത്തരിപ്പം ഇല്ലെന്ന് ആരോടാ പറയുന്നത്? യോസേപ്പിന്. അപ്പം അവന് സംശയമായി, എന്നെ തട്ടിയതുപോലെ ഇവന്മാർ കൊച്ചിനെയും തട്ടിക്കളഞ്ഞു എന്നൊരു സംശയം. കാരണം അവൻ കൂടില്ലല്ലോ, അറിയണ്ടേ? തന്നെ അവനാണല്ലോ മെയിൻ. നോക്കണം. അപ്പോൾ ജോസഫ് കഠിനമായിട്ട് ഇടപെട്ടു. പ്രിയവരെ, ദൈവം ചില സമയത്ത് ചില മനുഷ്യരെ കഠിനമായിട്ട് ഇടപെടുവാൻ നിന്റെ മേലാക്കുമ്പോൾ നീ അതിൻ്റെ ആത്മീയവശം മനസ്സിലാക്കി വെറും ജഡികരെയും പ്രാകൃതയും പോലെ മറ്റുള്ളവരെ പോലെ മത്സരിക്കാൻ ഇറങ്ങിയാൽ നിന്റെ ഭാവിക്ക് ദോഷമാണ്. അത് വേലക്കാരായിരുന്നാലും ശരി, വിശ്വാസം അങ്ങനെ ശീലിച്ചു പോയി. വർഷങ്ങൾ കൊണ്ടിങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും സൂത്രവും കൊണ്ട് നടക്കുന്ന വേലക്കാരുണ്ട്, വിശ്വാസികളുണ്ട്. അവരതുകൊണ്ട് ഇങ്ങനെ മുതലെടുത്ത് നടക്കുന്നവരുണ്ട്. പക്ഷേ രക്ഷയില്ല. ഒരു ദിവസം നീ പിടിക്കപ്പെടും. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഇലക്ട്രിസിറ്റിയിൽ നടക്കുന്ന സംഭവമില്ലേ? പ്രാപ്തിയുള്ളൊരു ചെയർമാനും പിന്നെ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്ന ലീഡേഴ്സും വന്നപ്പോൾ ഇപ്പോൾ നേതാക്കന്മാർ കിടന്ന് കുഴയുകയാണ്. മറ്റവരുടെ വാഴ്ചയല്ലായിരുന്നു. ഇതുപോലെ ഒരു സമയത്ത് നീ പിടിക്കപ്പെടും. അത് ഓർത്തോണം. അതുകൊണ്ടാണ് നീതിയും ന്യായമില്ലാത്ത ഏത് പ്രവൃത്തി ചെയ്താലും അതിനെ അനുദമിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചു വന്നില്ലെങ്കിൽ അതിനെല്ലാം ന്യായവിധിയുണ്ട്. അത് ഏത് വമ്പനായിരുന്നാലും ശരി. ദൈവത്തിന് മുമ്പിൽ എല്ലാവന്മാരും വമ്പന്മാരല്ലല്ലോ. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ എന്ത് ചെയ്തു? ജോസഫ് പറഞ്ഞു, ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വായിക്കാം. ഞങ്ങൾ പരമാർത്ഥികൾ, ഒരപ്പൻ്റെ മക്കൾ. താട്ട് വായിക്കാം. ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. അടുത്തത് 13-ാം വാക്യം വായിക്കാം. കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ 12 സഹോദരന്മാരാകുന്നു. ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പന്റെ അടുക്കലുണ്ട്. ഒരുത്തൻ. അപ്പൊ ഇളയവൻ ഇവർക്കില്ല. ഈ ഇളയവനെ കൊണ്ട് നടക്കാനുള്ള പ്രാപ്തി അവന് ഇല്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ജോസഫ് പറഞ്ഞു ഇളയവൻ. വായിച്ചേ 15-ാം വാക്യം. അങ്ങനെ അവൻ അവരെ 3 ദിവസം തടവിലാക്കി. 15-ാം വാക്യം. ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നോക്കണം, ഇതാണ് നമ്മുടെയും പരീക്ഷ. കർത്താവായ യേശു പരീക്ഷിക്കപ്പെട്ട് പൂർണ്ണമായി ശോധിക്കപ്പെട്ട കല്ലായി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുക. ഇനി നമ്മളും അവനോട് കൂടെ നിശ്ചതയിൽ മണവാട്ടി തേജസ്സുള്ളവരായി തീരണമെങ്കിൽ യവന്മാരെ പോലുള്ള ഈ സ്വഭാവം കൊണ്ട് പോയാൽ ശരിയാകുമോ? ശമുലെ, പിന്നെ ഇപ്പം ഇരിക്കുന്ന ഈ അഭ്യാസം കൊണ്ട് പോയാൽ മണവാട്ടിയാന്ന് നോക്കുമോ? അപ്പം അതിനാണ് ഈ കൂട്ടായ്മ കൂടെ. അല്ല ഇത്തത്തെ പറയാൻ മാത്രമല്ല. മനസ്സിലായോ? ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഷേപ്പ് മാറ്റും. എൻ്റെയും മാറ്റി നിങ്ങൾ വിശ്വാസം വെട്ടിക്കൊണ്ടുവന്ന്. ഇപ്പം ഞങ്ങളൊക്കെ വീടുകളൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന കേട്ട് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സന്തോഷിക്കും, ഞങ്ങളുടെ വെച്ചല്ലേ. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ പരിഗണന ഒന്നും നിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കും. അതാ നിന്നെ. ഇപ്പം നമ്മളൊരു തട്ടാൻ്റെ കൊല്ലൻ്റെ അടുത്തുകൊണ്ട് പോയി ഒരു ഇരുമ്പ് സാധനം കൊടുത്താൽ അതെന്ത് ചെയ്യും? അത് തീയിലിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റും, ഫ്ലെക്സിബിലിറ്റി ആക്കും. കല്ലായ നിൻ്റെ ഹൃദയം മാംസളമായ ഹൃദയമാക്കി മാറ്റും. ഇതിനാണ് ഈ കൂട്ടായ്മ. അല്ലാതെ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇത്തത്താ പറഞ്ഞ് വെള്ളം കൊടുത്ത് ഇങ്ങനെ കറങ്ങിയടിച്ച് കുറേ കാശ് കിട്ടുമല്ല, മറ്റുള്ളവരുടെ സ്നേഹം കിട്ടും. ഇതൊന്നുമല്ല ഈ പ്രസ്ഥാനം. ഇതിനകത്തിട്ട് നമ്മുടെ പണിയുകയാണ്. സിയോനെ പണിത് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷമായി. ഈ തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ ഈ വേലയിൽ നിന്നിപ്പിക്കാനൊക്കത്തുള്ളൂ. പരിശോധന വരുമ്പോൾ എൻ്റെ നന്മയ്ക്കാണ്, എൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഈ പരിശോധന എന്ന് തിരിച്ചറിവുള്ളവർക്ക് മാത്രമേ അവസാനം വരെ ഈ മാർഗം നിൽക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ ജോസഫ് പരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ ജോസഫിൻ്റെ പരീക്ഷയ്ക്ക് വ്യത്യാസമുണ്ട്. അതാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ പിശാച് പരീക്ഷിക്കുന്ന പോലെയല്ല. പിശാച് നമ്മളെ തകർത്തുകളാനാണ് പരീക്ഷിക്കുന്നത്. യോബിനെ തകർക്കാൻ പിശാചിന് ഇഷ്ടം തോന്നി. പക്ഷെ ദൈവം പരീക്ഷിക്കുന്നത് നമ്മളെ വളർത്തിയെടുക്കാനായിട്ടാണ്. നോ ഡിസ്ട്രക്റ്റീവ് ബട്ട് കൺസ്ട്രക്റ്റീവ്. അവൻ നമ്മളെ പണിതെടുക്കാനുള്ള പരീക്ഷയാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ആദ്യമേ കിട്ടിയാൽ പരീക്ഷകളിലെല്ലാം സന്തോഷമായിട്ട് നമുക്ക് ഇടം കൊടുക്കാൻ സാധിക്കും. ചില ട്രാൻസ്ഫർ വരുമ്പോൾ ഞങ്ങളുടെ വേലക്കാർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയാം. അത് ആ പാസ്റ്റർ വന്നപ്പോഴും എനിക്ക് മനസ്സിലായി എന്നെ അയാൾ അങ്ങനെ മാറ്റും. അല്ലെങ്കിൽ ഇന്നവർ പറഞ്ഞു കൊടുത്തതാണ്. അവർ ആ മുറി ചെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ഇന്നെനിക്ക് മാറ്റം. നീ എന്തിനാണ് ഈ പുറകെ പോകുന്നത്? നിന്നെ ദൈവം വിളിച്ചതാണെങ്കിൽ നീ ദൈവം അറിയാതിൻ്റെ ഒരു മുടി ഒഴിയുന്നില്ലെങ്കിൽ പിന്നെ നിന്റെ ട്രാൻസ്ഫർ വിഷയത്തിൽ ദൈവത്തിന് കരുതലില്ലേ?
ഈ തിരിച്ചറിവില്ലാത്തവരാണ് ചുമ്മാ വാചോടിച്ച് ഇങ്ങനെ മനുഷ്യർക്ക് ഈ ഇവന്മാരെ സോഷ്യൽ മീഡിയ കൂടെ വിഷം തുപ്പുന്ന പോലെ ഇങ്ങനെ വിശ്വാസ വീട്ടിലെ സഭയിലും കിടന്ന് ഇങ്ങനെ വിഷം തുപ്പി നടക്കുന്ന വിശ്വാസികളും നിലക്കാരുടെയും ഗതി അതാണ്. നിനക്ക് ദൈവത്തിനോട് ബന്ധമില്ല, ദൈവമായിട്ടൊരു പിടിയില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ എന്ത് ചെയ്തു? പരീക്ഷ തുടങ്ങി. ഇതിനാൽ ഞാൻ നിങ്ങളെ ഇളയവനിപ്പോൾ എവിടാ? അപ്പൻ്റെ കൂടെ. ഇളയവനാരാ? ബെന്യാമിനാണോ? അത് അവർക്ക്. നമ്മുടെ ഇളയവനാരാ? പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതൻ. വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുന്നുണ്ടല്ലോ അവിടെ 1:18. യോഹന്നാൻ 1:18. നമ്മുടെ ഇളയവൻ ബെന്യാമിനല്ലെന്ന് ഓർത്തോണം, യേശു ക്രിസ്തുവാണ്. വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഏകജാതനായവൻ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ പുത്രൻ പിതാവിനോടിരിക്കുന്നവനാണ്. അവനാണ് ഇളയവൻ. യെശയ്യാപ്രവചനം 53:2 വായിച്ചേ. ഇളയ തൈ പോലെയും അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന്. അപ്പൊ ആ ഇളയ തൈ അത് ബെന്യാമിൻ, അവരുടെ കഥയിൽ ബെന്യാമിനാണെങ്കിൽ എൻ്റെയും നിന്റെയും കഥയിൽ ഇളയവൻ ആരാ? പിതാവിൻ്റെ മടി, പിതാവിനോട് ഇരിക്കുന്നവൻ. അവനാണ് യേശു ക്രിസ്തു. അതാണ് വചനം. ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വചനം ദൈവമായിരുന്നു, പിന്നെ ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പൊ ദൈവത്തോടു കൂടെ ഇരുന്ന പുത്രൻ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ, ശ്രദ്ധിച്ചോണം, പിതാവിനോടുകൂടെ ഇരുന്ന് ഏകജാതനായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഏത് ലോക മനുഷ്യർക്കും ലോകജാതികൾക്കും ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. കാരണം ഞാനും പിതാവ് ഒന്നാവുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഏകജാതനായവൻ, പിതാവിൻ്റെ മടിയിൽ നിന്ന് ഏകജാതന്റെ തേജസ് തന്നെ ഞങ്ങൾ കണ്ടു എന്ന് പറയുകയാണ്. അത് തന്നെയാണ് പിന്നെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലും യെശയ്യാ 57:15 വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11:29. ഞാൻ സൗമ്യതയും അതാണ് ഇളയവൻ. ആ ഇളയവൻ ജീവിതത്തിലേക്ക് വരുന്നില്ല എങ്കിൽ നമുക്കിവിടെ നിന്ന് പുറപ്പെടാൻ സാധ്യമല്ല. മാത്രമല്ല അവൻ്റെ മുഖത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. പഠിച്ചെങ്കിലേ നമുക്ക് പ്രസ്താവിക്കാൻ സാധിക്കത്തുള്ളൂ. എവിടെയെങ്കിലും വായിച്ചുകൊണ്ട് ഒക്കുന്നില്ല, പഠിക്കണം. ജീവിതത്തിൽ പഠിപ്പാണ് ഏറ്റവും ആവശ്യം. എന്ത് പഠിപ്പ്? അനുഭവങ്ങൾ. കഷ്ടത സഹിഷ്ണുത അനുഭവങ്ങളെ ഉരുവാക്കുന്നു. അല്ല പുസ്തകത്തിൽ പഠിച്ചാൽ ഒക്കത്തില്ല. അനുഭവത്തിൽ കൂടെ പഠിക്കുന്ന പാഠം. എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ ഇൻ മൈ ലൈഫ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവ പാഠം നമ്മുടെ അനുഭവങ്ങളാണ്. അനുഭവത്തിൽ കൂടി. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 14-ാം അധ്യായം നിൽക്കുന്ന പുതിയ വിശുദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ ആർക്കും പാടാൻ കഴിയാത്തൊരു പാട്ട്. അതെന്താ ആർക്കും പാടാൻ കഴിയാത്തത്? ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുമ്പോൾ അതെനിക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾക്കാർക്കും പറയാൻ യോഗ്യതയില്ല, കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അനുഭവങ്ങൾ. അതാണ് പാട്ട്. ജീവിതത്തെ അനുഭവങ്ങളാക്കി മാറ്റുന്ന പ്രസ്ഥാനമാണ് ഈ പെന്തിക്കോസ്ത് മാർഗം എന്ന് പറയുന്നത്. അല്ലാതെ വാചോടിയല്ല, തത്വങ്ങൾ പറയുന്നതല്ല, പിന്നെ ഉടായ്പും തട്ടിപ്പും നടത്തുന്ന പാർട്ടിയല്ല. അങ്ങനെ പെന്തിക്കോസ്ത് ലോകം ഒരു നല്ല ശതമാനം അതിൻ്റെ പിന്നാലെ പോയി. അവരെല്ലാം അന്തിക്രിസ്തുവിൻ്റെ പിന്നിലേക്ക് പോകാൻ പോവുകയാണ്. എന്നാൽ ഈ കാലത്തിൽ ഒരു ശുദ്ധീകരിപ്പ് ദൈവം വീണ്ടും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി നമ്മെ കർത്താവ് തൻ്റെ പരീക്ഷ കഴിഞ്ഞ് തികച്ചതുപോലെ നമ്മയും ശുദ്ധീകരണത്തിൻ്റെ സമയമാണ്. ഇത് തിരിച്ചറിഞ്ഞ് കഷ്ടങ്ങളിൽ കൂടി പോകാൻ നമ്മൾ തീരുമാനിച്ചോണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ പിടിയിൽപ്പെട്ട് അതിനേക്കാൾ കഷ്ടങ്ങളിൽ കൂടി പോകേണ്ടതായ ഗതിയേട് വരും. ദൈവത്തിൻ്റെ സ്തോത്രം. വായിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റ. അതാണ് ഇളയവൻ. യെശയ്യാ 53:17 വായിച്ച് 15. യെശയ്യാ പ്രവചനം 57:15 കൂടെ വായിക്കും. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ ഉന്നതനും. അവന്റെ സ്റ്റെപ്പ് നോക്കിയേ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനുമായവൻ. പിന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും. അവൻ എവിടെ വസിക്കും? താഴ്മയുള്ളവരുടെ മനസ്സിൽ. എന്തുകൊണ്ടാണ് ഈ പുത്രന്മാരോടുകൂടി ഇളയൻ വരാത്തത്, അല്ലെങ്കിൽ പിതാവ് വിട്ടുകൊടുക്കാത്തത്? ഇവന്മാർ ദുഷ്ടന്മാരാണ്,
തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് നടക്കുന്നവനാണെന്ന് പിതാവിനറിയാം. അതുകൊണ്ട് ഇവൻ്റെ കൂടെ വിടാൻ അവന് താല്പര്യമില്ല. ഇവൻ എവിടെ വസിക്കും? താഴ്മയുള്ളവരോടുകൂടെ, മനസ്താപവും മനോവരയുള്ളവരുടെ കൂടെ. വായിച്ചീർന്നോ? വായിക്കാം. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലാണ് ഇവൻ വസിക്കത്തുള്ളൂ. കേട്ടോ, അഹങ്കാരവും തൻ്റെ ഇടവും നികളവും കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസിയിലും വേലക്കാരിലും ഈ ഇളയവൻ കാണുകയില്ല. മനസ്താപവും മനോവിനയുള്ളവരോടും പിന്നെ മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെയും വസിക്കും. തമിഴ് പഠിക്കുക. நித்திய வாசியும் பரிசுத்தர் என்கிற நாமம் உள்ளவருமாகிய மகத்துவமும் உன்னதமானவர் சொல்லுகிறார். உன்னதத்திலும் பரிசுத்த ஸ்தலத்திலும் வாசம் பண்ணுகிற நான் பணிந்தவர்களின் ஆவியை உயிர்ப்பிக்கிறதற்கும் நொறுங்கினவர்களின் இருதயத்தை உயிர்ப்பிக்கிறதற்கும். അതുകൊണ്ട് വിശ്വാസിയെ, സുവിശേഷ വേലക്കാരെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ പ്രസ്ഥാനത്തിൽ വന്ന് നിഗളിയാകരുത്. നീ തന്നെത്താൻ ഉയർത്തുന്നവനാകരുത്. മറ്റുള്ളവർ മേൽ കർത്തൃത്വം ചെയ്യാൻ പോകുന്നവനാകരുത്. മനസ്താപവും മനോവിനയുള്ളവരോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇളയവൻ നിന്റെ കൂടെ കാണുകയുള്ളൂ. ഈ തിരിച്ചറിവുള്ളവർ എപ്പോഴും താഴ്മയോടുകൂടി ജീവിക്കും, ഭയത്തോടെ ജീവിക്കും, മറ്റുള്ളവരെ ബഹുമാനിച്ച് ജീവിക്കും. ഇതില്ലാതെ പോകുന്നതിൻ്റെ കാരണം ഇവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയാണ്. പിശാച് പഴയ പാമ്പ് കയറി വസിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പരുവത്തിലെത്താൻ കഴിയാത്തത്. ഇനി പരിശോധിക്കണം. ദൈവം വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങളും ഞാനും പരീക്ഷയിൽ കൂടെ പോകാൻ, അവിടെ തട്ടിപ്പ് കാണിച്ച് രക്ഷപ്പെടാൻ നോക്കരുത്. എങ്ങനെയെങ്കിലും ബ്ലാഞ്ചിൽ പോകുന്നവരും ഒഴിഞ്ഞൊഴിഞ്ഞ് പോകരുത്. പരീക്ഷയെ നേരിടണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ കിരീടം നിനക്ക് പ്രാപിക്കണമെങ്കിൽ ജോസേഫ് യേശു പോയതുപോലെ നാമും കഷ്ടാനുഭവങ്ങൾ കൂടെ പോകേണ്ടി വരും. പൗലോസ് പറഞ്ഞ പോലെ കഷ്ടത അവനോടുകൂടി ഇരിക്കേണ്ടതിനും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും വല്ലവിധേനയും മരിച്ചോടെ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. ഇതായിരിക്കും ലക്ഷ്യം. അല്ലാതെ വേഷം കെട്ടുകൊണ്ട് നടക്കത്തില്ല. പ്രിയ ബന്ധുക്കോസുകാരെ, വേഷം കെട്ടുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. പരീക്ഷിക്കപ്പെടണം. ഇപ്പോൾ ജോസഫിൻ്റെ പരീക്ഷ കഴിഞ്ഞു. ഇപ്പോൾ അവൻ പരീക്ഷിക്കുന്ന പോലെ യേശു നമ്മളെ പരീക്ഷയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്താ പരീക്ഷ? യവന്മാരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. ഈ ജോസഫിൻ്റെ ചേട്ടന്മാരുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? കല്ല് പോലെ. കാരണം 22 വർഷം മുമ്പ് മുതലേ ഈ ദോഷം കിടക്കുക. ഇതുവരെയും മാനസാന്തരപ്പെട്ടിട്ടില്ല. അവർ മറന്നുപോയി കാണും. പക്ഷേ അകൃത്യം അകത്ത് കിടക്കുക. അവർ പറയും, ഇപ്പം ഞങ്ങൾ പരമാർത്ഥികൾ, ഒരപ്പൻ്റെ മക്കൾ ഒക്കെ ശരിയാണ്. പക്ഷെ കിടക്കുകയല്ലേ പഴയ ബാലൻസ്. ഒരു കടയിൽ ചെന്നിരിക്കട്ടെ. ഇപ്പം ബെന്നിയുടെ കടയിൽ ചെന്ന് ഞാൻ പറ്റി, 5 വർഷമായിട്ട് പറ്റി. 10,000 രൂപ കടമുണ്ട്. ഇന്ന് മുതൽ ഞാൻ പറയാം, ബെന്നി നമുക്ക് ഇന്ന് മുതൽ കടം വേണ്ട, ഇന്ന് മുതൽ ഞാൻ റെഡി ക്യാഷ് തരികയാണ്. വീണ്ടും ഒരു 5 വർഷം റെഡി ക്യാഷ് കൊടുത്തു ചെയ്തു. പക്ഷേ പഴയ കടവിടെ കിടക്കുന്നു ബുക്കൽ. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു. എത്ര വർഷമാണ്? 13 വർഷത്തിന് മുമ്പ് ഞാനൊരാൾക്ക് ഒരല്പം വായ്പ കൊടുത്തിരുന്നു. അയാളൊരു പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, അയാൾ രക്ഷപ്പെടുത്തി വെക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ പ്രസ്ഥാനം വിജയിച്ചു വരുന്ന സമയത്ത് ഇവൻ രക്ഷപ്പെട്ടില്ല. ഇവൻ വീണ്ടും പല ദോഷങ്ങളിലേക്ക് പോയി അവസാനം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയല്ല, നാട്ടുകാരവനെ തല്ലിക്കൊന്നു. വയറെല്ലാം പിടിച്ച് റിസോർട്ടിൽ കിടന്ന് ചത്തു. പിന്നെ ആ ഭാര്യയും മക്കളും നമ്മുടെ വിശ്വാസികളൊക്കെ ആയിരുന്നു. അവർ പാവം കണ്ണീരോടെ കഴിഞ്ഞ് അവസാനം പിന്നീട് ഇപ്പോൾ അവിടെ ഒരു സ്ഥാപനം വിറ്റു. വർഷങ്ങൾക്ക് ശേഷം ഇന്നെ പതിവില്ലാതെ ഇന്നലെ എന്നെ വിളിച്ചു. ഓർമ്മയുണ്ടോ? ഇന്നാരാ? ഞാൻ ശരി. അപ്പോൾ അന്നത്തെ ഒരു ബാലൻസ് പുള്ളിയുടെ ഡയറിയിൽ ഞാൻ കൊടുത്ത കാശ് എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ കാശ് തിരിച്ചു തരാൻ ആഗ്രഹിക്കുവാന്ന്. അപ്പം ഇതുപോലെ നമ്മൾ അന്നന്ന് തീർത്താലും പഴയ കടം ബാക്കി കിടന്നാൽ നമ്മളാരാ അത് തീർത്തു കൊടുക്കണം. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന പോലെ തോന്നിയാലും യുവന്മാരുടെ ഭയങ്കര അകൃത്യം നിരപ്പ് പ്രാപിക്കാതെ കിടക്കുകയാണ്. അപ്പനോട് നിരപ്പായിട്ടില്ല, ജോസഫിനോട് നിരപ്പായിട്ടില്ല, തമ്മിലും ക്ലിയർ അല്ല. അപ്പം ജോസഫിനോട് മിസ്രൈമിൽ സിംഹാസനത്തിൽ വാഴണമെങ്കിൽ എവരും ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ശുദ്ധീകരണം ലോകമനുഷ്യനെ പോലല്ല, മറ്റൊരു വിധത്തിലാണ്. എങ്ങനെയാണ്? ആദ്യത്തെ പരീക്ഷ എന്തായിരുന്നു? 21 വായിക്കാം. 42:21 വായിച്ചേ. ഒന്നാമത്തെ പരീക്ഷ 42:21. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. നോക്കണം, ഇതുവരെയും കുറ്റബോധമില്ലാത്തവന്മാരുടെ മനസ്സിലേക്ക് കുറ്റബോധം വരികയാണ്. ഇത് എന്താ പറയുന്നത്? ഇത് നാം ചെയ്ത വൈര്
ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. എപ്പോഴാണ് കണ്ടുപിടിച്ചേ? 22 വർഷത്തിന് ശേഷം ജോസഫിന്റെ സന്നദ്ധിയിൽ വന്നപ്പോഴാണ് അവന്മാർ കുറ്റബോധം വരുന്നത്. കാരണം മറ്റൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഇളയവനെ കൊണ്ടുവന്നാൽ മതി എന്നല്ലേ പറഞ്ഞേ. വേറെ അനാവശ്യം പറഞ്ഞില്ല, അവർക്ക് നഷ്ടം വരുന്ന കാര്യം പറഞ്ഞില്ല. നിങ്ങളുടെ ഇളയവനെ കൊണ്ട് കാണിക്കണം, നിങ്ങളുടെ പരമാർത്ഥത്തെ തെളിയിക്കണം. അപ്പം പരമാർത്ഥികളെന്ന് പറയുന്നത് ആര് വരുമ്പോഴാണ്? ഇളയവൻ. 73 സങ്കീർത്തനം വായിക്കുമ്പോൾ ഇസ്രായേൽ 1-ാം വാക്യത്തിൽ ഇസ്രായേൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് യഹോവ നല്ലവൻ. വായിച്ചേ, ഇസ്രായേൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് യഹോവ നല്ലവൻ നിശ്ചയം. നോക്കണം, ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. അപ്പോൾ ഒരു നിർമ്മല ഹൃദയം നമുക്ക് വേണം. അതിനെന്ത് ചെയ്യണം? 37 സങ്കീർത്തനത്തിൽ 37 വാക്യത്തിൽ വായിക്കുമ്പോൾ നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ അനുഗമിക്കുക. ഇത് എൻഡ് ഓഫ് ദി മാൻ വിൽ ബി പീസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അത് തമിഴിലൊന്ന് വായിച്ച് 37. നീ ഉത്തമനെ നോക്കി സെമ്മയാനവനെ. ആരെ നോക്കണം? ഓരോ വിശ്വാസിയും വേലക്കാരനും കാണുന്നവരെല്ലാം നോക്കുകയല്ല നമ്മുടെ കടമ. വിശ്വാസത്തിന് നായകനും പൂർത്തിവെത്തുന്ന യേശു തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ നോക്കിക്കൊണ്ട് പോകുന്നതിന് മാത്രമേ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയൂ. വായിക്കും, ഉത്തമനെ പിൻപറ്റണം. പിന്നെ அந்த மனுஷனுடைய முடிவு சமாதானம். മുഴുവൻ വരിക. நீ ഉത്തമനെ നോക്കി സെമ്മയാനവനെ പാർക്കണം, നേരുള്ളവനെ. എങ്കിലേ ഇടയ്ക്ക് വെച്ച് മാറിപ്പോകരുത്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി, പണസമ്പാദ്യത്തിന് വേണ്ടി, ഗ്രൂപ്പിസത്തിന് വേണ്ടി, ജാതി സ്പിരിറ്റിന് വേണ്ടി, ഭാഷാ സ്പിരിറ്റിന് വേണ്ടി, പാർട്ടി സ്പിരിറ്റിന് വേണ്ടി ഒരു വിശ്വാസിയോ വേലക്കാരനോ തിരിഞ്ഞാൽ അവന്റെ ലക്ഷ്യം തെറ്റി. അവൻ ഈ മാർഗത്തിന് പിന്നെ യോഗ്യതയല്ല. യോഗ്യനാകണമെങ്കിൽ അവന്റെ മനസ്സ് തിരിച്ചു വരണം. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലേക്ക് തിരിച്ചു വരണം. അല്ല നീ വേഷം കെട്ടി വിശ്വാസിയാന്ന് പറഞ്ഞുകൊണ്ട് വേലക്കാരനായതുകൊണ്ടോ ദൈവം നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ദൈവത്തിന് പരിഗണിക്കാൻ കഴിയില്ല. വായിക്കാം, ഉത്തമനെ പിൻപറ്റണം, പിന്നെ ചെമ്മയാനവനെ പാർക്കണം. அந்த മനുഷ്യന്റെ മുടിവ് സമാധാനം. The end of the man will be peace. മലയാളം വായിച്ച്. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. സമാധാന പുരുഷ സന്തതി, അതും ഒരു ബുദ്ധി ശരിയാണ്. എന്താ കാരണം? ആ സന്തതിയാണ് സിംഹാസനത്തിലേക്ക് വെളിപ്പാട് പുസ്തകം 12:5 മാലാഖയുടെ പുസ്തകം സങ്കീർത്തനത്തിൽ പറഞ്ഞൊരു സന്തതി, ഒരു സന്തതിയെ കണ്ടവൻ ദീർഘായുസ്. യെശയ്യാ 53 പറയുന്ന ആ സന്തതി എന്ന് പറയുന്നത് നമ്മുടെ അവസാനമായിരിക്കും. The end of the man will be peace. ഇതായിരിക്കണം നിന്റെ ലക്ഷ്യം. ഇത് മാറിയിട്ട് ഗ്രൂപ്പിസം കളിക്കാൻ പോയാൽ, മറ്റെവിടെങ്കിലും നിന്റെ മനസ്സ് പോയാൽ നീ ദൈവത്തിന്റെ ശത്രുവായി മാറുകയാണ്. ആ വേലക്കാരൻ വിശ്വാസി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ 1ാമത്തെ പരീക്ഷ ആര് വരാനാ? ഈ പരീക്ഷ എന്തിനാ ഈ പരീക്ഷ? ഇളയവൻ വരണം. മൂത്തവന്മാരൊക്കെ ഇവിടെ ഉണ്ട്. മൂത്തവരെല്ലാം ഇവിടെ ഉണ്ട്. ഇളയവൻ വരണം. ആരാ ഇളയവൻ? വായിച്ചേ, 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18:4 വായിക്കും. 1 പത്രോസ് 2:1 മത്തായിയുടെ സുവിശേഷം 18:4 എന്താ പറയുന്നത്? ആകയാൽ സകല ദുഷ്ടതയും. ഇതാണ് മൂത്തവന്മാരുടെ സ്വഭാവം. മൂത്തുപോയുള്ള കുഴപ്പം ഇതാണ്. വേലക്കാർ മൂത്താലും വിശ്വാസി മൂത്താലും ഉള്ള ഗതികേട് ഇതാണ്. ചിലതൊന്നും മൂക്കാൻ പാടില്ല. പ്രകൃതി നിയമമാണ്. വെണ്ടയ്ക്ക മൂത്താൽ പിന്നെ കൊള്ളത്തില്ല, ബീൻസ് മൂത്താൽ കൊള്ളത്തില്ല, ചെറിയതൊക്കെ മൂക്കാൻ പാടില്ല, വലുതൊക്കെ മൂത്തോട്ടെ, അല്ലയോ? അതൊക്കെ കുറേ ആയസ് ഇവിടെ കൂടുതലുള്ളതാണ്. പക്ഷെ ഇവിടെ അല്പായസങ്ങളൊന്നും മൂക്കാൻ പാടില്ല. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. വായിക്കാം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവവും അസൂയയും. വ്യാജഭാവം ഇതല്ലേ ഇവന്മാരുടെ ഇരിക്കുന്നേ? എൻ്റെ നിങ്ങളിലൊക്കെ ഇരിക്കുന്ന ഇതല്ലേ അതല്ലേ? എന്നിട്ട് വലിയ പക്വതി നടത്തിപ്പാരെ കാണും. ഞങ്ങളിപ്പോൾ സെൻട്രൽ പാർഷൻ പക്ഷേ സ്വസ്ത്രം അറിയാതെ സ്വസ്ത്രം പറയുന്ന ആ വ്യാജത്തെ സ്വസ്ത്രമായി പോവുകയാണ്. അതാണ് ചിലപ്പോൾ മലയാളം അറിയാത്തവർക്ക് അങ്ങനെ വരും. അത് വേറെ. ഇത് മലയാളം അറിയാവുന്നത് തന്നെ ആ കാപട്യത്തിൽ പറയാം സ്വസ്ത്രം. അപ്പോഴേ മനസ്സിലായി. നീ വായിക്കേ. എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. അതാണ് ഇളയവൻ. നോക്കണം, ആ ഇളയവൻ വരണം. വായിച്ചേ മറ്റേ വാക്യം 18:4. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാണ്. 4-ാം വാക്യം.
നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ നിങ്ങൾ തിരിഞ്ഞ് ആരെ പോലെ ആകണം? മനസ്സിലായോ? സഭയിൽ വലിയ പുള്ളികളാകാൻ പോരുത്. സുവിശേഷ വിലയ്ക്ക് വന്നിട്ട് മൂക്കാൻ പാടില്ല. മൂത്ത് പോയാൽ തീർന്നു, പിന്നെ കൊള്ളത്തില്ല. വെണ്ടയ്ക്ക മൂത്ത് കറി വെച്ചാൽ എന്ത് ചെയ്യും? എടുത്ത് ദൂരെ കളയില്ലേ? അപ്പം നമ്മൾ ഇളയ തൈ പോലെ SC51 വായിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വെട്ടപ്പെടണം. ഇടുക്കിക്കാരനെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കവാത്ത് വെട്ടുന്നത് നമുക്കെല്ലാം അറിയാം അല്ലേ? എന്തുകൊണ്ടാണ് 350 വർഷത്തിന് മുമ്പ്, 350-400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സായിപ്പന്മാർ നട്ടിട്ട് പോയ ഈ തേയില ഇപ്പോഴും എന്ത് ചെയ്യുന്നു? പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ രഹസ്യം? ഓരോ 5 വർഷം കൂടുമ്പോഴും അത് കവാത്ത് വെട്ടി എൻ്റെ മൂത്ത സ്വഭാവത്തേക്ക് കളയും. പകരം ഇളയ സ്വഭാവം തിളുത്തു വരും. അതാണ് ആവശ്യം, ഇളയ ലീഫ്. ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിലെ മൂത്ത സ്വഭാവങ്ങൾ കുറേ കഴിയുമ്പോൾ അതും കേട്ട് ഇതും കേട്ട് ആ കമ്പനിയും കൂടി ഈ കമ്പനിയും കൂടി ഈ ദുഷ്ട സ്വഭാവങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം മാറ്റാൻ എന്ത് ചെയ്യണം? വെട്ടണം. നിന്നെ വെട്ടും, ചെത്തി വെടിപ്പാക്കണം. മനസ്സിലാവുന്നു? ചെത്തി വെടിപ്പാക്കാൻ പോകുമ്പോഴാണ് നിൻ്റെ പഴയ കുട്ടി ഇങ്ങനെ പൊങ്ങി വരുന്നത്. സമ്മതിക്കത്തില്ല. ഞാൻ പഴയ സ്വഭാവം, പഴയ പാർട്ടിക്കാരൻ, പഴയ ജാതി, പഴയ ഭാഷ, പഴയ മതം, പഴയ ദേശസ്നേഹം, ഇതെല്ലാം കയറി വരും. പക്ഷേ ദൈവം തമ്പുരാൻ വിട്ടുകൊടുക്കും. നിന്നെ വെട്ടിയെടുത്തെങ്കിലേ നീ ശരിപ്പെടുത്തും. ഇതാ ജോസഫിൻ്റെ സഹോദരന്മാരെ വെട്ടാൻ തുടങ്ങി. വേറൊന്നുമല്ല, ഇളയ സഹോദരൻ വരുന്ന കാര്യം പോകും, അത് നല്ലതല്ലേ? പക്ഷെ നല്ല കാര്യം പറഞ്ഞപ്പോൾ യവന്മാർക്ക് ചങ്കുവേദന തുടങ്ങി. കാരണം ഇവനൊന്നും ശരിയല്ല. വായിക്കാം. അതിര് ഏത് പാവാന്നുള്ള അല്ലയോ? ഇത് നമ്മുടെ സഹോദരന്മാരോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. 42-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. 1-ാമത്തെ പരീക്ഷ. 3 പരീക്ഷയാണ് പ്രധാനമായിട്ടും കേട്ടോ. ഏതൊക്കെ? ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, പിന്നെ അപ്പം 3 പരീക്ഷ ഉണ്ട്. ഇതാ ഓണപ്പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു. എന്താ ഓണപ്പരീക്ഷ? വായിച്ചേ. ഇളയ സഹോദരൻ വന്നിട്ടല്ലാതെ എൻ്റെ മുഖം നിങ്ങൾ കാണുകയില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് പുറപ്പെടാനൊക്കത്തില്ല. തീർന്നില്ലയോ? അപ്പം കൊടുക്കുവോ? യവന്മാരെ കൊടുത്ത് വിടുവോ? അങ്കലാപ്പായി. ആ അങ്കലാപ്പിൽ 22 വർഷം മുമ്പ് കിടന്ന അകൃത്യങ്ങൾ ഇങ്ങനെ പതുക്കെ വെളി വരാൻ തുടങ്ങി. അപ്പൊ അവർ പറയുന്നു, ഇത് വായിച്ചേ, ഇത് നമ്മുടെ സഹോദരന്മാരോട് നമ്മുടെ സഹോദരനോട് ചെയ്ത ദ്രോഹമാകുന്നു. അപ്പൊ തിരിച്ചറിവ് തുടങ്ങി അല്ലേ? മറ്റതോ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റി ഇട്ടിട്ട് ആ പൊറോട്ട ഇറച്ചി അടിച്ച് ഇങ്ങനെ ഈത്തായി ഒളിച്ചോണ്ട സമയത്ത് ആ ചിരിയും സന്തോഷവും ഓർക്കുന്നു. ഇല്ല, ഇവിടുത്തെ കാര്യമാണ്. നിന്റെ സഹോദരനെതിരായിട്ട് നീ അവിടെ പോയി പറഞ്ഞത്, ഇവിടെ പോയി പറഞ്ഞത്, മദറിൻ്റെ മുമ്പിൽ പോയി പറഞ്ഞത്, ആ പാഷ മുമ്പിൽ പോയി പറഞ്ഞ് ആ ഫോട്ടോയും കാണിച്ച്, പിന്നെ അല്ലെങ്കിൽ അടുത്തത് ആ മൊബൈലിൽ പിടിച്ച് അവൻ പരമാർത്ഥത്തോടെ സംസാരിച്ചപ്പോൾ നീ എന്താ ചെയ്തേ? ഒരു ഞെക്ക് റെക്കോർഡിങ്. എന്നിട്ടുണ്ട് ആ മദറെ കേൾപ്പിച്ച് മദറിനെ അസ്വസ്ഥയാക്കി ഇപ്പുറത്ത് ഭാഷയും കൊണ്ട് കേട്ട് വിശ്വാസികൾ തമ്മിലടിപ്പിച്ച ആ ദുഷ്ടാത്മാവ്. ഇതെല്ലാം വെളി വരണം. ഇങ്ങനെ ഓരോന്ന് വെളിയിൽ വരും. തീർന്നില്ലെങ്കിൽ പിന്നെയും ചകഞ്ഞുകൊണ്ട് വരും. അവിടെ നേരത്തെ എല്ലാം ഉപേക്ഷിക്കുന്നത് നമുക്ക് നല്ലത്. ഇത് നാം നമ്മുടെ സഹോദരനോട് ചെയ്ത വായിച്ചേ, ഇത് നമ്മുടെ സഹോദരന്മാരോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. ഇടയ്ക്ക് സെൻട്രൽ കറക്കിയതും ഏതാണ്? അപ്പച്ചനാന്നോ? ഇവിടുത്തെ ഉപദേശി, ഇവിടുത്തെ മദർ, അവിടെ ആ വിശ്വാസി, ഇതെല്ലാം വരും. വിടുകയില്ല. തമിഴ് പിള്ളേർ പറയുന്ന പോലെ വിടമാട്ടേൻ കേട്ടോ. ദൈവം തമ്പുരാൻ നിന്നെ ശുദ്ധീകരിക്കാൻ തുടങ്ങി നിന്റെ ആപ്പ് ഇളക്കി വിടത്തുള്ളൂ തമ്പുരാൻ. ആരുടെയാ? ബെൽശാസറിൻ്റെ, ആരയുടെ? അതുപോലല്ല കേട്ടോ. ഇത് മനസ്സിൻ്റെ ഏപ്പ് തിരിച്ചു കളയും, ശരീരത്തൊന്നും കേടം വരുത്തില്ല. അതുകൊണ്ട് ഓർത്തോട് ഈ മാർഗം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, കോൺഗ്രസ് പാർട്ടിയല്ല, BJP അല്ല, പിന്നെ സംഘടനയും സമുദായമൊന്നുമല്ല. ഇത് ദൈവത്തിൻ്റെ പ്രസ്ഥാനമാണ്. ഇവിടെ കളി നടത്തി ശീലിച്ചാൽ ഇതെല്ലാം ചേർന്ന് പലിശയും കൂട്ടുപലിശ എന്നതിൻ്റെ കുടിച്ച മുലപ്പാല് വെളിക്കൊണ്ടിരുന്ന ദൈവം തമ്പുരാൻ. സൂക്ഷിച്ചോണം. വായിക്കാം. ഇത് നാം നമ്മുടെ സഹോദരനോട് ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ. നോക്കണം, അന്ന് നിനക്ക് എവിടെ പോയി മനസ്സ്? ഇന്ന് ഞങ്ങൾക്കും കുടയ്ക്കുന്നല്ലോ. അന്ന് നിന്റെ സഹോദരൻ നിന്നോട് കെഞ്ചിയപ്പോൾ അവന്റെ പ്രാണസങ്കടം കണ്ടറിയും. അപ്പൊ നീ പൊറോട്ട അടിച്ച് ഇറച്ചി നിന്ന് പിന്നെ കൊക്കക്കോള അടിച്ച് എന്ത് ചെയ്തു? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വിശ്വാസ വീട്ടിലിരുന്ന് ആസ്വദിച്ച ആസ്വാദനം ഉണ്ടല്ലോ. മറ്റവൻ്റെ ചങ്ക് പൊട്ടും നിനക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. നിന്റെ അനിയൻ്റെ ശബ്ദം കേൾക്കാൻ അവനെ സാധിച്ചില്ല. ഇപ്പം ഇതൊന്നും ഇല്ലാതെ ഒരു ശിക്ഷയില്ലാതെ തന്നെ നിന്റെ ചങ്ക് പൊട്ടാൻ തുടങ്ങി വചനം കേട്ടപ്പോൾ. ഇവിടെ അങ്ങനല്ലേ? പലരുടെയും ചങ്ക് പൊട്ടിയില്ലേ? എഴുന്നേറ്റ് ഓടിയില്ലേ? ഇല്ലേ? ഇപ്പം പൊക്കളാന്ന് പറഞ്ഞ് ഇംഗ്ലാ വിളിച്ചില്ലേ? ഇപ്പം പോയേക്കാന്നാ പറഞ്ഞത്. നോട്ടാ
ഇതിൻ്റെ കാരണം മര്യാദയ്ക്ക് ജീവിച്ചോ. സമയം അവസരം ലാക്ക ലൂക്കോച്ച എന്നും പറഞ്ഞ് അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് കയറി അവനിട്ട് എന്തോ പണ്ടാരിമോളോ എന്തോ കൊട്ടാൻ തുടങ്ങിയാൽ ഇതെല്ലാം തിരിച്ചടിക്കുന്ന സമയം. ഇതിനാണ് ഈ പുസ്തകമൊക്കെ വായിച്ച് പഠിക്കാൻ പറയുന്നത്. അത് വായിക്കത്തില്ലല്ലോ. ഇനി അടുത്ത പരീക്ഷ 28-ാം വാക്യം വായിച്ച്. രണ്ടാം ക്രിസ്മസ് പരീക്ഷ വരിക കേട്ടോ. ഓണപ്പരീക്ഷ കഴിഞ്ഞ് അടുത്ത ക്രിസ്മസ് പരീക്ഷ വായിക്കാം. 28-ാം വാക്യം നോക്കണം. അടുത്ത പരീക്ഷ എന്താ? ഇവർക്ക് ധാന്യം കൊടുത്തതിന് ശേഷം എല്ലാത്മാരുടെ ചാക്കിലും അവർ കൊണ്ടുവന്ന പണം, യോസേഫിന് പണം പറ, യോസേഫിന് പണം വല്ലതും വേണം. യവന്മാരി ദാരിദ്ര്യത്തിന് വന്ന് സാധനം വാങ്ങിച്ചോ ജോസഫ് വിചാരിച്ച് തിന്മാർക്കൻ്റെ ഇരിക്കട്ടെ, നല്ല ഉദ്ദേശത്തോടെ ഇട്ടത്, അല്ല ഒരു ദുരുദ്ദേശത്തോടെ തന്നെ. പക്ഷെ ഇവരെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത് ജോസഫ് ചിന്തിച്ചാണ്. ഇവരെങ്ങനെയാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഡീലിങ്. അപ്പോൾ ഇവരുടെ കാശ് തന്നെ ഇവരുടെ ചാക്കിലിട്ട് കൊടുത്തു, തിരിച്ചു പോയി. വഴിമധ്യേ ചാക്കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവന്മാരുടെയും ദ്രവ്യം മടിശീല അതിനകത്ത് തന്നെ കിടക്കുക. അതിനെന്തിനാ ഭാരപ്പെടുന്നത്? ഞാനാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവമാണെങ്കിൽ ഞാൻ എന്ത് പറയും? നമ്മൾ ആ രാജാവ് എന്നാ നല്ല മനുഷ്യൻ, നമ്മുടെ കാശൊന്നും പുള്ളിക്ക് വേണ്ട കേട്ടോ, പുള്ളി നമ്മുടെ കാശ് തിരിച്ചെന്ന് പറയും. ഇപ്പോൾ പണ്ടല്ല, ഇപ്പോൾ വഴിവന്മാരെന്താ പറഞ്ഞു വായിച്ചേ? തിരികെ കിട്ടി, സന്തോഷിക്കണ്ടടാ. ആ യജമാനൻ നല്ലവനായതുകൊണ്ട് നിന്റെ ദ്രവ്യം തിരിച്ചു തന്നതിന് തുള്ളിച്ചാടണ്ടേ. പക്ഷേ യവന്മാരുടെ ഹൃദയം ശരിയല്ലാത്തത് കൊണ്ടും നന്മ അനുഭവിക്കാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടും നന്മ കേൾക്കുമ്പോൾ എവൻ്റെ അകത്ത് തിന്മയിരിക്കുന്നത് കൊണ്ട് അത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. വായിക്കാം. അതെ. പിന്നെ തളർന്നു. അതെന്തിനാ? പിന്നെ ചോദിച്ചോ, നിഷ്പക്ഷമായിട്ട് പറ, എന്തിനാ? ഇത് കണ്ട അവന്മാരുള്ള തളർന്നോണം, സന്തോഷിക്കണ്ടേ? ഇതുകൊണ്ടാണ് ഇവൻ്റെയൊക്കെ ഹൃദയം ശരിയല്ലാത്തതുകൊണ്ടാണ് നല്ലത് കേൾക്കുമ്പോൾ ഇവനൊക്കെ തലതിരിഞ്ഞ് ചിന്തിക്കുകയും തളർച്ച വരുന്നതും പിന്നെ ഇല്ലാത്ത വിപ്ലവം ഉണ്ടാകുന്നത് കാരണം ഇതാണ്. മനസ്സിലായോ? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? പുരിയതാ? പുരി ഇല്ലാണ്ട് ഒരു പുരിയ വെക്കും കേട്ടോ. ഇതാണ് വിഷയം. നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവരമാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. ഇല്ല ദ്രവ്യം കിട്ടിയ വാഴ പോയി ചായക്കട പോയി അന്ന് പുട്ടടിച്ചില്ലേ? അത് അന്ന് ഇവരെ അടിച്ച് വിറ്റ് പുട്ടടിച്ചവന്മാരല്ലേ പോയി ചായക്കട പോയി ചായ കുടിച്ചിട്ട് പോകണ്ടേ? ഇപ്പം ചങ്ക് വളർക്കുന്നു. കാരണം എല്ലാം തലരിഞ്ഞ് ചിന്തിക്കും, ഇതിളകി, അകത്തത്തെ ഇളകി. വിശ്വാസ വീട്ടിൽ വചനം കേൾക്കുമ്പോൾ നീ ഇളകുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ നിന്റെ അകൃത്യങ്ങളാണ് ഇതിൽ നിന്ന്. അല്ല വചനം പറയുന്നവൻ്റെ ദോഷമല്ല, അടുത്തിപ്പാറ ദോഷമല്ലത്. മനസ്സിലായോ? ഇപ്പം ഇളകി. എന്താ പറയുന്നത്? വൈരടുത്ത് അവരുടെ ഉള്ളം തളർന്ന, ശരീരമല്ല തളർന്നു, പിന്നെയോ ഉള്ളം. കാരണം ഹൃദയം എല്ലാവറ്റിനേക്കാളും, യിരെമ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ ഹൃദയം എവിടെ എഴുതിയിരിക്കുന്നത്? എല്ലാറ്റിനേക്കാളും. യിരെമ്യാ 9:9-10 വായിച്ചേ. ഹൃദയം എല്ലാവറ്റിനേക്കാൾ കപടവും വിഷവും ഉള്ളതാണെന്ന്. 9:9 പോലെ വായിക്കും. 9-10 യിരെമ്യാ 9:9-10. ഇവ നിമിത്തം ഏതാ? കഴിഞ്ഞ കാലത്തിൽ നിന്റെ സഹോദരന് വിരോധമായി സംസാരിച്ചതും അവന് പണി കൊടുത്തതും വേലയ്ക്ക് ആപ്പ് വെച്ചതും നടത്തിപ്പുകാരന് ഏഷണി പറഞ്ഞതും ഇതെല്ലാം ദൈവത്തമ്പുരാൻ, ഇതെല്ലാം നിമിത്തം. വായിക്കാം. എന്നാൽ ഈ പകരം വീട്ടിൽ ദോഷത്തിനായിട്ടല്ല, നമ്മോടുള്ള ദൈവത്തിൻ്റെ പകരം വീട്ടിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. താഴോട്ട് വായിക്കാം. 10-ാം വാക്യമാണോ? യിരെമ്യാ 9:9-10 വേണോ വായിക്കുന്നത്? 17:9-10 ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാർ? യഹോവയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു പരിശോധന നമുക്കുണ്ട് കേട്ടോ. നമ്മളതുകൊണ്ട് തുടക്കം മുതലേ നല്ല കാര്യങ്ങൾ ചെയ്തു പോകാമെങ്കിൽ അവസാനം ഒരുപാട് കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുതന്നെയാണ് നമ്മൾ വായിക്കുമ്പോഴേ 2 ശമൂവേൽ 16:7 വായിച്ച്. 2 ശമൂവേൽ 16:7, പിന്നെ 1 ദിനവൃത്താന്തം 29:17. 1 ദിനവൃത്താന്തം 29:17, 2 ശമൂവേൽ 16:7. ഇല്ല, 1 ശമൂവേലിൻ്റെ 16:7.
1 ദിനവൃത്താന്തം 29:17. നോക്കല്ല കേട്ടോ. സഭയിൽ വരുമ്പോൾ നടത്തിപ്പുകാർ, വേലക്കാർ വിശ്വാസികളുടെ മുഖവും പൊക്കവും എന്ത് ചെയ്യരുത് നോക്കരുത്. നടത്തിപ്പുകാരും താഴെയുള്ളവരുടെ മുഖവും പൊക്കവും കളറും ഒന്നും നോക്കരുത്. വെളുത്തതെല്ലാം പണ്ട് തങ്കച്ചൻ പാഷ പറഞ്ഞ പോലെ, മോനെ വെളുത്തതെല്ലാം പാലല്ലടാ. വെളുത്താന്ന് പറഞ്ഞൊരുത്തൻ പശുവും പാലാന്ന് റബ്ബർ പാലെടുത്ത് കുടിച്ചു, പക്ഷേ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് റെഡിയാക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ കാണുന്ന വിധിയല്ലെന്ന് എൻ്റെ അർത്ഥം. യഹോവ ശമൂനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നോക്കരുത്. അവൻ്റെ മുഖവും പൊക്കവും നോക്കരുത്. പിന്നെ അടുത്ത് അല്ല, ഹൃദയത്തെ നോക്കുന്നു കേട്ടോ, ഹൃദയത്തെ നോക്കുന്നു. ഇനി വായിച്ച് 29:17 1 ദിനവൃത്താന്തം. എൻ്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു കേട്ടോ. അവിടെ നീ ഏത് വലിയ പുള്ളിയാണെന്ന് പറഞ്ഞാലും ശരി, ദൈവം പ്രസാദിക്കത്തില്ല. മനുഷ്യൻ പ്രസാദിക്കും നിന്നെക്കുറിച്ച് ലാഭമുണ്ട്. പക്ഷേ ദൈവത്തിന് നിന്നെ എന്തുവാ, നിനക്ക് 50 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ സൃഷ്ടിച്ച് ദൈവത്തിന് 50 ഏക്കർ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെന്തുവാ? നല്ല കണ്ടാൽ മിടുക്കന്മാരായ യഹൂദന്മാരെ തിരഞ്ഞെടുത്ത് ദൈവം അമ്മമാരെ തള്ളിയിട്ട് ഈ ചുക്കിനും ചുണ്ണാമ്പും കൊള്ളാത്ത എന്നെ നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തെങ്കിൽ ആ ദൈവത്തിൻ്റെ മനസ്സിനെയാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായോ? വീണ്ടും വായിച്ച വാക്യം, എൻ്റെ ദൈവമേ. അത് തമിഴിലും വായിക്കാം. നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു. പിന്നെ അതാണ് ദാവീദ് തൻ്റെ പരിശോധന കാലവും കഴിഞ്ഞപ്പോൾ അവനെല്ലാം മനസ്സിലായി, ഇത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദൈവത്തിന് കൊടുക്കുന്നേ ഉള്ളൂ, അല്ല എൻ്റെ കുടുംബത്തിൽ നിന്നൊന്നും എന്ന തിരിച്ചറിവ് ദാവീദിനുണ്ടായി. തമിഴ് പഠിക്കുക. என் தேவனே, நீர் இருதயத்தை சோதித்து உத்தம குணத்தில் பிரியமாயிருக்கிறீர் என்பதை அறிவேன். 15ஆம் வாக்கியோட வாയിച്ച് 15. உமக்கு முன்பாக நாங்கள் எங்களுடைய பிதாக்கள் எல்லாரை போலும் அரதேசிகளும் പരദേശികളും. ഇസ്രായേലിന്റെ ബഹുമാന്യനായ രാജാവ് പറയുന്നു, ഈ തിരിച്ചറിവൊന്ന് ഇളയവൻ അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം ദാവീദിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ പറയുന്നു, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ അന്യരും അതിഥികളും. നോക്കണം, അന്യരൊന്നുമില്ല, അതിഥികളും പരദേശികളുമാണ്. വായിക്കാം. അതിഥികളാണ്. നമ്മളൊക്കെ അതിഥികളല്ലേ, പിന്നെ എന്തിനാ ഈ കസർത്ത് കാണിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ട് കൊല്ലുക മനുഷ്യരെ ലോകത്തിൽ. പിന്നെ അവൻ ആപ്പ് വെക്കുക, അവൻ്റെ പെരയുടെ അടിക്കൽ മാന്തുക, ഇപ്പുറത്ത് അവൻ്റെ ദോഷം. എന്തിനാ? ഒരു അതിഥി, കുമളിക്കാർക്ക് അതിഥികളെ ഇഷ്ടം പോലെ പരിചയമല്ലേ? ലോകത്തിൻ്റെ നാനാഭാഗത്തും അതിഥികൾ വരുന്നു. എത്ര സന്തോഷമായിട്ട് അവർ ആസ്വദിച്ചിട്ട് പോകുന്നില്ലേ? ഇവിടെയൊക്കെ തല്ലുകൂടാൻ പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ വേറില്ലാത്തവരെല്ലാമാരേ ഉള്ളൂ അല്ലേ? എന്ന് പറഞ്ഞ പോലെ പ്രിയ പെന്തിക്കോസുകാരെ, നമ്മൾ അതിഥികളും പരദേശികളുമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ മാക്സിമം നന്മ ചെയ്യുക, ആസ്വദിക്കുക, സന്തോഷിച്ച് പോവുക, ദൈവത്തോടെ പോവുക, ദോഷം ചെയ്യാതെ. ആ വാക്യം ഓർത്തോണം. അവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അതിഥി എന്ന് പറയും, മറ്റിടത്തെല്ലാം അന്യരും പരദേശികളാണ്. വീണ്ടും വായിച്ച മലയാളത്തിൽ, അതിഥികളും പരദേശികളും. അടുത്ത് വായിക്കും. ഇല്ല. പിന്നെ എന്തിനാണോ ഈ കിടന്ന് കുസ്തി ഉണ്ടാക്കുന്നത്? ഇതിന് മാത്രം വെട്ടിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിന് മാത്രം കിടന്ന് എടുക്കുന്ന ശ്വാസം പോലെ തീർന്നു കിടന്നില്ലേ? നമ്മുടെ സെൻട്രൽ പാർഷ ഉണ്ടില്ലേ, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തൻ്റെ കഥ തീർന്നു. എടുത്ത ശ്വാസം എടുക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഈ കുസ്തി നടക്കുന്നത്? എന്തിനായി കിടന്ന് വെട്ടിപ്പിടിക്കാൻ നടക്കുന്നത്? മറ്റുള്ളവന് ദോഷം ചെയ്യേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? ജീവിതം ദൈവത്തോട് ചേർന്ന് നന്മ ചെയ്ത് ആസ്വദിച്ച് ജീവിക്കുക. ഇല്ലെങ്കിൽ നീ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടി? നിൻ്റെ സന്തതി ഏത് വിധമാകുമെന്ന് എങ്ങനെ അറിയാം? അത് തിരിച്ചറിഞ്ഞ് ദാവീദ്. അവൻ്റെ സന്തതികളെല്ലാം ഗുണം പിടിക്കാതെ പോകുമായിരുന്നു പലതും. ഇതെല്ലാം മനസ്സിലായപ്പോൾ അവനത് മനസ്സിലായി, ദൈവത്തെ ബഹുമാനിച്ച് ജീവിക്കുക. ദൈവം തരുന്നതാണ്, അല്ല ഞാൻ ഉണ്ടാക്കിയതല്ല. അവൻ പറയുന്നില്ലേ, താഴോട്ട് വായിക്കുമ്പോൾ എന്താ പറയുന്നത്? നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. എൻ്റെ താഴെയില്ലേ വൈരം? എത്രാം വാക്യം? 16 വായിക്കാം.
വേറൊരു ഭാഷ വായിച്ചു. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. ചിലരൊക്കെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയ മതിപ്പ് പോലാണ്. ഏതാ ഞങ്ങൾ അത് കൊടുത്തു ഇത് കൊടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എടേ ഇത് ആരാ തന്നേ? നിനക്ക് ബലം തന്ന ആരാ? ജ്ഞാനം തന്ന ആരാ? ഇത് ദൈവം എടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലയോ? പിന്നെ വട്ടുപിടിച്ച് നടക്കണ്ടേ? കൈ നോട്ടി നടക്കണ്ടേ? അതുകൊണ്ട് ദൈവത്തെ ബഹുമാനിച്ച് ജീവിക്കുക. തമിഴ് പഠിക്കുക. ഉമ്മത് കരത്തിൽ നിന്ന് വാങ്ങി ഉമ്മ കൊടുക്കണം. അപ്പം പിന്നെ പ്രശംസിക്കാനുണ്ടോ? ഇല്ല. ആ പ്രശംസ വരുമ്പം തീർന്നു, എൻ്റെ കച്ചവടം തീർന്നു. ഒത്താണ് ഞാൻ കൊടുക്കുന്നു, മറ്റുള്ളവരൊക്കെ കൊടുക്കുന്നു. എവിടുന്ന് കിട്ടി നിനക്ക്? നാളെ ആ ഇതൊക്കെ പോലെ ഒരു ഞരമ്പൊന്ന് വെട്ടിയാൽ പോരെ? പിന്നെ കിടക്കുന്നു. വെള്ളം കൊടുക്കലും വിളിച്ചു കൊടുക്കണം, ഇല്ലയോ? ഇത്രയേ ഉള്ളൂ ഇതൊക്കെ. അതുകൊണ്ട് ഓർത്തോണം, അഹങ്കാരവും നികളവും വരരുത്, താഴ്മയോടെ. അതിനാണ് ഇളയവൻ തിരിച്ചു വരാൻ. ഇതിനുള്ള പണിയായി നടക്കുന്നത്. ഈ ശുദ്ധീകരണം നടക്കുന്നത് എന്തിനാ? ഇപ്പോൾ ദാവീദിന് ഇളയവൻ വന്നപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. മറ്റത് അഹങ്കാരം കൂടിയപ്പോൾ ഊരിയാവിനെയും കൊന്ന് അവൻ്റെ ഭാര്യയെ നശിപ്പിച്ചു. നോക്കണം, ഇപ്പോൾ തിരിച്ചറിവ് വന്നു. ഇതുപോലെ എനിക്ക് നിനക്കൊക്കെ തിരിച്ചറിവ് വരുമ്പോഴാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. ഒരു സാഹിത്യകാരൻ പറഞ്ഞ പോലെ, ജീവിതം എന്തെന്ന് ശരിയായി തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൻ്റെ 90% പലരുടെയും കഴിഞ്ഞുപോയി. പിന്നെ കിട്ടുന്നത് ചിലർക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ യഥാർത്ഥ ജീവിതം തിരിച്ചറിയാൻ. അതുകൊണ്ട് ജീവിതം എന്താണെന്ന് ആദ്യം തിരിച്ചറിയണമെങ്കിൽ ഈ ഇളയവനെ കൊണ്ടുവരണം. ഇനി രണ്ടാമത്തെ പരീക്ഷ, ചാക്കിൽ ദ്രവ്യം കൊണ്ട് ഉള്ളം തളർന്നു. വായിക്കാം. 42:28. ഉള്ളം തളർന്നു. പിന്നെ വിറച്ച്. നോക്കണം, ആയതിനാണ് ചിന്തിച്ച് നോക്കി. ഇതിന് വിറയ്ക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ ദ്രവ്യം അവർ മോട്ടിച്ചില്ല, അവർ കള്ളത്തിലൊന്നും ചെയ്തില്ല. അവർ ദ്രവ്യം കൊടുത്ത് തിരിച്ചു തന്നു. പരമാർത്ഥതയാണെങ്കിൽ പിള്ളേർ കാണുമ്പോൾ സന്തോഷിക്കത്തില്ലയോ? പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ ഒരു സാധനം ആരെങ്കിലും എടുത്തിട്ട് ഇച്ചിരി വിഷമം വരും. തിരിച്ചവരുടെ ബോക്സ് തുറക്കുമ്പോൾ ആ മുട്ടായിയോ സാധനം അതിനകത്ത് കിടക്കുന്നുണ്ട്, എന്ത് ചെയ്യും? പിള്ളേരെന്ത് ചെയ്യും? സന്തോഷിച്ചു. ഈ പൊട്ടന്മാരെന്ത് ചെയ്യുന്നു? അതാണ് അകൃത്യം വിധിക്കുന്നവർക്ക് നല്ലത് കൊടുത്താലും ചീത്തയായിട്ട് തോന്നും. ഇതാണ് നമ്മുടെയൊക്കെ കുഴപ്പങ്ങൾ. അത് തിരുത്തിക്കോ. നമുക്ക് ഇളയവനെ കാണാം. അടുത്തത് വായിക്കാം. ഉള്ളം തളർന്നു, വിറയ്ക്കാൻ തുടങ്ങി. നോക്കണം, വിറച്ചു. വായിക്കാം. അയ്യോ, ഏതായാലും ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഇത് മനുഷ്യനല്ല. നോക്കണം, മനുഷ്യനല്ല ഇപ്പോൾ ഞങ്ങളോട് ഇടപെടുന്നെന്ന് മനസ്സിലായില്ലേ? ആ രാജാവെന്ന് പറഞ്ഞില്ലല്ലോ, ജോസഫല്ല. ഇത് ദൈവത്തിൻ്റെ പണിയാണ്. ദൈവം ഞങ്ങളോട് ഈ ചെയ്യുന്നത്. വായിക്കാം. ഇപ്പൊ കൊച്ചു നോക്കണം, വിറച്ചുകൊണ്ടാ പോകുന്ന. അപ്പൻ്റെ അടുത്ത് മറ്റത് എങ്ങനെ പോയാ? ജോസഫിൻ്റെ അങ്കി ഇട്ടിട്ട് നിന്റെ മകൻ്റെ അങ്കിയാണോ? അപ്പൻ്റെ ചങ്ക് പൊട്ടിച്ച പാർട്ടികളവന്മാർ കേട്ടോ. അങ്ങേരെ 22 വർഷം വിറയിൽ പിടിപ്പിച്ച പാർട്ടിയാ. ഇപ്പോൾ എന്ത് ചെയ്തു? ഇപ്പൊ അവന്മാർ വിറയ്ക്കാൻ തുടങ്ങി. കൊടുക്കുന്നത് വിതയ്ക്കുന്നത് കൊയ്യും. 22 വർഷം സ്വന്തം അപ്പനെ ഈ വസ്ത്രം കാണിച്ച് വിറയിൽ പിടിപ്പിച്ചെങ്കിൽ പുള്ളിയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പോൾ സ്വന്തം ദ്രവ്യം കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? യവന്മാർ വിറയ്ക്കാൻ തുടങ്ങി. ഇതാണ് ശരിയായ ന്യായവിധി. അതുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നിർത്തപ്പെടും. നിനക്ക് ഏത് വലിയ ഗവർണറുണ്ട്, പ്രസിഡന്റുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ഇതൊക്കെ തട്ടിപ്പോകും. പക്ഷെ നീ നിർത്തപ്പെടേണ്ട ഒരു സമയം വരും. ഈ ബോധ്യത്തോടെ വേണം മനുഷ്യ നീ ജീവിക്കാൻ. നിനക്ക് പിൻബലമുണ്ട്, കടാരിയുണ്ട്, കത്തിയുണ്ട്, വടിവാളുണ്ട്, ഇതെല്ലാം തിരിച്ചടിക്കുന്നീ. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ലേ, വാളെടുക്കുന്നവൻ വാളാൻ. അതങ്ങനെ തന്നെ സംഭവിക്കും. രണ്ടാമത്തെ പരീക്ഷ കഴിഞ്ഞു. ഇനിയാണ് അടുത്ത പരീക്ഷ. ഇതൊന്നും ഇവരെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. നോക്കണം, ഇവർക്കിതൊക്കെ ആസ്വദിക്കേണ്ട സംഭവമായിട്ട് പോലും അവൻ്റെയൊക്കെ ചങ്ക പറിക്കുക ഇപ്പം ചെയ്യുന്നത്. കാരണം ദൈവം ഇടപെടുന്നു. കാരണം ഇവിടെ കുഴപ്പം, ഹൃദയം എല്ലാവറ്റേക്കാളും ദോഷവും കപടവും. അതുകൊണ്ട് ഈ കപടഭക്തിയും തന്ത്രവും സൂത്രവും ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാം. ഉള്ളത് ശുദ്ധീകരിച്ച് തരാൻ ദൈവത്തെ ഏൽപ്പിച്ചുകൂടെ? ദൈവം നേരത്തെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചും നെഞ്ചിനകത്തായിട്ട് കല്ലിരിക്കുന്ന പോലൊക്കെ തോന്നും കേട്ടോ. അതെല്ലാം മാറ്റിയെടുക്കാൻ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ നേരത്തെ ഒന്ന് ശുദ്ധീകരിച്ചതാ, ഇല്ലേ?
ചില പിള്ളേരെ അടിക്കാൻ പിടിക്കുമ്പോൾ അപ്പൻ ഇങ്ങനെ വടി നോക്കിക്കൊണ്ട് പാചകം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേരെന്ന് പറയും, അപ്പനെ അടിക്കുക, അടിച്ചിട്ട് വിടാൻ നോക്കാൻ പറയുക എന്ന് പറയുന്ന പോലെ ദൈവത്തോട് പറ, കർത്താവേ നീ നേരത്തെ പണിയൊന്ന് നടത്തിത്താ, ഏതായാലും പണിയും നീ ഇന്നല്ല നാളെ പണിയെ തന്നെ ചെയ്യും, എന്നാൽ പിന്നെ നേരത്തെ അങ്ങ് പണിതാ, ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കേ. വായിക്കാം അടുത്തത് 44:16. 44-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, മൂന്നാമത്തെ പരീക്ഷ. അതിന് യഹൂദ യജമാനനോട് ഞങ്ങൾ എന്ത് പറയേണ്ടു, എന്ത് ബോധിപ്പിക്കേണ്ടു, എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടു. ദൈവം നോക്കണം, ഈ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. അവൻ എനിക്ക് ദോഷം ചെയ്തു, ഇവള് ചെയ്തു, ആ പാട്ടർ ചെയ്തു, ആ മദർ ചെയ്തു, ഈ വിശ്വാസി ചെയ്തു, ആ കൂട്ടുവേലക്കാർ ചെയ്തു, അല്ലെ ആ തമിഴർ ചെയ്തു, ഈ മലയാളത്തന്മാർ ചെയ്തു, പിന്നെ ആ തെലുങ്കന്മാർ ചെയ്തു. ഒന്നുമല്ല. അല്ലെങ്കിൽ ആ മുസ്ലിം മുട്ടക്കാത്ത് ചെയ്തു, ഇല്ലയോ? അത് മുസ്ലിയാർ. നീയാണോ മുസ്ലിയാരാണോ യഥാർത്ഥ ദൈവത്തെ വിശ്വസിക്കുന്നവരാ? എനിക്ക് ഉയർച്ച വരാതിരിക്കാൻ വേണ്ടി അവൻ മുട്ടക്കാത്ത് ചെയ്തെന്നാണ് പറഞ്ഞു. ഇവൻ വാഴപ്പഴത്തിൽ ചെയ്തു. അത് നീ എന്നും വാഴപ്പഴം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്വപ്നം കാണുന്നതുകൊണ്ടാണ്. അതിലൊന്നുമല്ല ഈ ചെയ്ത്ത് നിന്റെ ഹൃദയത്തിലാണ്. നിന്റെ അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം അത് മാറാത്തത്തോളം കാലം മുസ്ലിയാർ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. പണ്ട് AC തോമാച്ചാൻ പറഞ്ഞ പോലെ 1975 വർഷം 1975 മദ്രാസിൽ വർക്കേഴ്സ് മീറ്റിംഗ് നടക്കുക, അടയാർ ഫെയ്ത്ത് ഹോമിലെ. അന്ന് പാസ്റ്റർ MT തോമസൊക്കെ അവിടെ ഉണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററിനോട് പറഞ്ഞ കാര്യമാണ്. ഇവിടെ വർക്കേഴ്സ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പാസ്റ്റർ AC തോമസ് ഇങ്ങനെ മൈക്കിൻ്റെ അവിടെ നിൽക്കുക, വിലക്കാരെല്ലാം വന്നിരിക്കുന്ന സമയത്ത് ആ അടയാർ ഫെയ്ത്തോൻ്റെ കോർണറിൽ ഒരു 5-6 പിശാചുക്കൾ ഇരുന്ന് കണ്ണീരൊഴുകി കരയുക. പാസ്റ്റർക്ക് അല്പം തോന്നുന്നു, വേലക്കാരുടെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് പിശാച് പ്രാർത്ഥിക്കാമെന്ന് ആദ്യം ചിന്തിച്ചതാണ്. പാസ്റ്റർക്ക് ഇത് ഡിസൈനിങ് സ്പിരിറ്റ് ഉണ്ട്, പിശാചുക്കളെ കാണാൻ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞങ്ങളുടെ വേലക്കാരുടെ മീറ്റിംഗ് നിങ്ങളൊക്കെ എന്തിനാ ഇവിടുന്ന് കരയെന്ന് ചോദിച്ചു പിശാചുക്കളോട്. ഉടനെ പിശാചുക്കൾ തമിഴിൽ തന്നെയാണ് പറയുന്നത്. അയ്യാ പാരുങ്ക, ഇപ്പോൾ ഉങ്ക വേലക്കാരുടെ ஊழியக்காரരുടെ மீட்டிங்கு தொடங்க போகிறது. உங்கள் ஆளுகளெல்லாம் வந்து எழும்பி അവർ ചെയ്താൽ കുഴപ്പടികളെല്ലാം എളുമ്പി നിന്ന് നാങ്ക ചെയ്ത് ഞങ്ങളെ കുറ്റം പറയാൻ വേണ്ടി തുടങ്ങാൻ പോവാമെന്ന് ഇത് ഓർക്കുമ്പോഴുള്ള പ്രയാസമാണ് പിശാചുക്കൾ പറയുന്നത്. അപ്പോൾ പിശാചുക്കളാണോ നമ്മളാണോ മിടുക്കന്മാർ? നോക്കി, എൻ്റെ വിഡ്ഢികളെ, നീ ദൈവത്തെ വിശ്വസിക്കുക. ഒരു മുട്ടയ്ക്കകത്തും വരത്തില്ല, ഒരു മുസ്ലിയാരും വരത്തില്ല, അവരൊക്കെ വെറും പരിപാടി നോക്കി ജീവിക്കട്ടെ. നിന്റെ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നീ ശരിയാകാതെ ഊഴിയക്കാർ കൊണ്ട് 50 രൂപ എടുത്തിട്ട് പ്രാർത്ഥിച്ചേക്കണം അച്ഛാന്ന് പറഞ്ഞാൽ ഊഴിയക്കാരൻ പ്രാർത്ഥിച്ചിട്ട് പോകും. കാരണം ഇത്രയും കാലം പറഞ്ഞിട്ട് നീ ശരിയാകത്തില്ല, ഇനിയും പറഞ്ഞാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് കിട്ടുന്ന 50 രൂപ ആഴ്ചെങ്കിലും പോകാമെന്ന് വെക്കും. മനസ്സിലാവുന്നു? അതുകൊണ്ട് നീ ശരിയാകാദ്യം നിന്റെ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം മാറും. നേരെ ജീവിക്കേ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കേ, ദൈവത്തിന് കൊടുക്കേണ്ടത് വിശ്വസ്തയോടെ കൊടുക്കേ. ഇതൊന്നും കാണിക്കാതെ നിനക്ക് ബോധിച്ച പോലെ നടന്നിട്ട് അവൻ ഇതും ചെയ്ത് നിന്റെ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദിയെ കൊണ്ടുവന്നിട്ട് എനിക്കെതിരായിട്ടൊന്ന് ചെയ്യും, ഏക്കോലും നോക്കാമല്ലോ. പിന്നെന്താ, അവൻ പറവിടുന്നതാണ്. കാരണം എന്നിലുള്ളവൻ ലോകത്തിലതിനേക്കാൾ വലിയവൻ. അതുകൊണ്ടാണ് എൻ്റെ മിടുക്കല്ല. ഈ വിശ്വാസം എനിക്കുള്ളത്രയും കാലം ഒരുത്തൻ ഒരു രോമത്തെ കൊഴിക്കാൻ സമ്മതിക്കത്തില്ല. പലവന്മാർ നോക്കിയിട്ടുണ്ട്, നോക്കിയവന്മാരെല്ലാം തറപറ്റിയതല്ലാതെ. കാരണം ഞാൻ അവനെ വിശ്വസിക്കുന്നു. ആരെ വിശ്വസിച്ചിരിക്കുന്നു? ഞാൻ അറിയുന്നു. മനസ്സിലാവുന്നു? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മൂന്നാമത്തെ പരീക്ഷ എന്താ? ബെന്യാമിൻ്റെ ചാക്കിൽ ബെന്യാമിൻ വന്നാൽ പ്രശ്നം തീരുന്നല്ലേ പറഞ്ഞ്? തീർന്നില്ലല്ലോ. അപ്പോൾ ആ ബെന്യാമിനല്ല ഇളയവൻ. ജോസേഫ് പറഞ്ഞു, നിങ്ങളുടെ ഇളയവൻ വന്നിട്ടല്ലാതെ. പക്ഷെ പുറപ്പെടുവിച്ചില്ല. ഇളയവൻ വന്നു, ഇളയവൻ്റെ ചാക്കിനകത്ത് പാത്രം ഇട്ട് കൊടുത്തിട്ട് വിട്ടു. അപ്പോൾ ഇളയവന് പ്രശ്നമില്ല, അവനിവിടെ ബഹളമൊന്നുമില്ല. പക്ഷെ മൂത്തവന്മാർക്കാണ് ഈ ഇളക്കപ്പരിപ്പ് മുഴുവൻ. ഈ പാത്രം കണ്ടപ്പോൾ അവരെന്താ പറയുന്നത്? യഹൂദ ഇവർക്കെല്ലാം പ്രതിനിധിയായിട്ട്. യഹൂദയോട് കുറേ മര്യാദയുള്ളവൻ, കുറച്ച് നേരുമയുള്ള. അതുകൊണ്ടാണ് ഇവന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. യഹൂദ വന്ന് പറയുകയാണ്, എന്താ വായിച്ചേ, യജമാനനോട് ഞങ്ങൾ എന്ത് പറയേണ്ടു? പറച്ചിലെല്ലാം തിന്നു. മറ്റൊരു എന്നാ പറച്ചില എൻ്റെ പൊന്നെ, എടാ അടങ്ങടാന്ന് പറഞ്ഞാൽ ഇല്ലച്ചായ ബാക്കിയോടെ പറഞ്ഞിട്ടുള്ളെന്ന് പറയില്ലയോ? ഇപ്പം തന്നെ തീർന്നു. എന്നാ പറയാനാ എൻ്റെ? ഒന്നിന് പുറകെ പരീക്ഷ വരുമ്പോൾ നിന്നെ തകർക്കാനാണ്. നിന്റെ അഭ്യാസം നീ ഒതുങ്ങുന്നത് വരെ നിന്റെ കുടുംബത്തിൽ നിന്ന് പരീക്ഷ മാറത്തില്ല. നീ ഈ പെന്തിക്കോസ് മിഷനിലെ മുഴുവൻ പാസ്റ്റർമാരെയും പിന്നെ വാടകയ്ക്ക് മറ്റു പാസ്റ്റർമാരെ എടുത്ത് പ്രാർത്ഥിച്ചാലും നിന്റെ പ്രശ്നം
തീരത്തില്ല. കാരണം ദൈവമാണ് നിനക്ക് എതിരായി നിൽക്കുന്നത്. നീ ശരിപ്പെടണം. നിന്റെ ഈ വിളഞ്ഞ ബുദ്ധി ഉണ്ടല്ലോ, കുഴഞ്ഞ ബുദ്ധി, അതെല്ലാം മാറി യഥാസ്ഥാനപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷ വരുന്നത്. അതിന് നീ എന്തെല്ലാം അഭ്യാസം പിന്നെയും തുടർന്നാലും ദൈവം വേണ്ട ഇത് പരിഹരിക്കാൻ. ഇപ്പോൾ യഹൂദ സമ്മതിച്ചു. എന്താ പറയുന്നത്? യജമാനനോട് ഞങ്ങൾ എന്ത് പറയണ്ടു? എന്നാ പറയാന്? പറച്ചിലെല്ലാം തീർന്നു. മറ്റവന്മാർ ഇവിടെ എല്ലാം പോയി സാക്ഷി പറഞ്ഞ ഞങ്ങൾ പരമാർത്ഥികൾ, ഒരപ്പൻ്റെ മക്കൾ, ഒരുത്തിനിപ്പം ഇല്ല, ഒരുത്തൻ അപ്പൻ്റെ കൂടെ ഇരിക്കുന്നു. 99% ശരി. പക്ഷെ ഒന്ന് തെറ്റിപ്പോയി. എന്താ? യോസേപ്പിനോട് പറയാം ഒരുത്തിനിപ്പം ഇല്ല, അവനെ ദുഷ്ടമൃഗം പറിച്ചു കയറി കളഞ്ഞെന്ന്. നോക്കണം, പിടി വീഴും. കർത്താവിന് മുമ്പ് വരുമ്പോൾ ഞാനും നീയൊക്കെ കണക്ക് പറഞ്ഞു നോക്കത്തുള്ളൂ. ബാക്കി എല്ലാവരുടെ മുമ്പിലും തട്ടിച്ചേക്കാൻ പെന്തിക്കോസുകാർക്കും വലിയല്ല. കാരണം അവന്മാർക്ക് രണ്ട് ജ്ഞാനമാണ്. എന്താ? ലോകജ്ഞാനമുണ്ട്, ബൈബിൾ ജ്ഞാനമുണ്ട്. അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് എവിടെയും നിന്ന് പിടിക്കാൻ അവന്മാർക്കറിയാം. കൃപയിൽ നിന്ന് പോയവരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അവസാനം നീ കറങ്ങി തിരിഞ്ഞവിടെ വരും. ദൈവസന്നിധിയിൽ നിർത്തപ്പെടുന്ന സമയത്തിൽ നിന്റെ മനസ്സിൻ്റെ ഏപ്പ് ബെൽശസ്സർ രാജാവിൻ്റെ അരയുടെ ഏപ്പാണെങ്കിൽ നിന്റെ മനസ്സിൻ്റെ ഏപ്പ് തമ്പുരാൻ തിരിക്കും. ഇപ്പോൾ കഴിഞ്ഞില്ല, ഉള്ളം തളർന്നു, വിറച്ചു. ഇപ്പം മൂന്നാമത് ഞാൻ എന്നാ പറയാൻ, ഇനിയും പറയാനൊന്നും അതാരുടെ സ്വഭാവം പറ. ഒന്നും പറയാനില്ല സ്വഭാവം വന്നിപ്പോൾ ആറില്ല. യേശുവിൻ്റെ അല്ലേ? യേശു പിലാത്തോസിന് പറയുമ്പോൾ ഒന്നും മിണ്ടാ. അവൻ്റെ താഴ്ചയിൽ ന്യായം കിട്ടാതെ ഇപ്പോൾ ഇളയവൻ വരാൻ തുടങ്ങി. ഇപ്പം അവരുടെ ജീവിതത്തിൽ ഇളയവൻ വന്നു, വരാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് പറയണ്ടു? വായിച്ചേ. എന്ത് ബോധിപ്പിക്കേണ്ടു? എന്ത് ബോധിപ്പിക്കണം? അടുത്തത് എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? എല്ലാം പോയി. പറച്ചിലും ബോധിപ്പിലും നീതീകരണമൊന്നുമില്ല. കാരണം അകൃത്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി കഴിഞ്ഞും ഫ്രീ ആയി. ഇപ്പോൾ ശരി, സ്തോത്രം, എങ്ങനെയായാലും ദൈവം നടത്തുന്ന പോലെ എന്തും വരട്ടെ, എന്തിനും ഞങ്ങൾ തയ്യാർ. ആ ധൈര്യം അവന്മാർ കിട്ടി. അതാണ് ഇളയവൻ. അങ്ങനെ ഇളയവൻ വന്നപ്പോൾ അതിൻ്റെ അവസാനത്തിൽ യഹൂദ പറയുന്നത് എന്താ? വായിച്ചേ. ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ദൈവം നോക്കണം, ജോസഫല്ല, മറ്റാരുമല്ല, ഞങ്ങളുടെ അകൃത്യം ദൈവം കണ്ടെത്തി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നു. ഇതാ ഞങ്ങൾ യജമാനൻ അടിമകൾ. ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ. പിന്നെ ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു. മതി. 33-ാം വാക്യം വായിച്ചേ. 44-33. ആകയാൽ ബാലന് പകരം. ഇപ്പൊ അതാണ് യേശുവിന്റെ സ്വഭാവം. ഇളയവന്റെ സ്വഭാവം എന്താ? മറ്റൊരുത്തനെ കാണിച്ചു കൊടുക്കുന്നതല്ല, മറ്റുള്ളവനെ കുറ്റം പറയുന്നതല്ല. ഇപ്പോൾ ഇളയവൻ വന്നു. അപ്പൊ ബെന്യാമിനല്ല ഇളയവൻ. ഇളയവൻ ആരാ? പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ യേശു. അവൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥ പെന്തിക്കോസ്. പെന്തിക്കോസ് കൂട്ടായ്മ വന്നുകൊണ്ടോ, ഈ പെന്തിക്കോസ് വന്നുകൊണ്ടോ, ഇവിടെ സൺഡേ സ്കൂൾ ടീച്ചറായതുകൊണ്ടോ, ഉപദേശിയായതുകൊണ്ടോ, മൂപ്പനായതുകൊണ്ടോ, പാസ്റ്ററായതുകൊണ്ടോ, ഇനി അതുക്കും മേലെ പാസ്റ്ററായാലും ഗുണമൊന്നുമില്ല. ആര് വരണം? ഇളയവൻ വരണം. ഇളയ തൈ സന്തതി, സ്ത്രീയൻ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. കാലസമ്പൂർണതയിൽ സ്ത്രീയൻ സന്തതിയായി ജനിച്ചവൻ വരണം. അവൻ ക്രിസ്തു. അതുകൊണ്ടാണ് പൗലോസ് വന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. ഗലാത്യർ 4:19 വായിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഗർഭവേദനപ്പെടുന്ന പറയുന്നത്. വായിച്ചേ. ഗലാത്യർ 4:19. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ. ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. ക്രിസ്തു ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഗലാത്യർ 5:4 വായിച്ചേ. ഗലാത്യർ 5:4 വായിക്കുമ്പോഴേ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുകയാണ്. സ്വയം നീതീകരണം. നമുക്കെല്ലാത്തിനും നീതീകരണമുണ്ട്. നീതീകരിക്കപ്പെടാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. എത്രയോ നാളായിട്ട് പോയി. 22 വർഷം മുമ്പേ നീയും ക്രിസ്തുവായിട്ടുള്ള ബന്ധം പോയി. പിന്നെ പഴക്കത്തിലാണ് പെന്തിക്കോസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴക്കത്തിലാണ് സുവിശേഷ വേല ചെയ്യുന്നത്. പരിചയത്തിൽ ചെയ്യുകയാണ് സുവിശേഷ വേല. ക്രിസ്തു പോയി. അതുകൊണ്ടാണ് നീതീകരണം. സ്വയം സമ്മതിക്കാൻ താല്പര്യമില്ല. അടുത്തത്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. എന്നാൽ പരിശോധന കഴിഞ്ഞപ്പോൾ ഇപ്പം നീതീകരിക്കാനില്ല, പറയാനില്ല, ബോധിപ്പിക്കാനില്ല. ഇതാ അടിമകൾ. ആ സറണ്ടറിങ് അവിടെയാണ് നമ്മൾ വരേണ്ടത്. യേശുവും ക്രൂസിൽ വെച്ച് അഭിപ്രായങ്ങളെല്ലാം തീർന്നു. പിതാവേ നിന്റെ ഹിതം ഇതാ സകലവും. ഈ അവസ്ഥയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് പുറപ്പെടും സഭ. ഈ അനുഭവത്തിലേക്ക് സഭ വരണം. ഞാൻ നിങ്ങൾ വരണം. അപ്പോഴാണ് നമുക്ക് അവൻ്റെ മുഖത്തേത് കാണാൻ. അവിടെ ബെന്യാമിനെല്ലാം നമുക്ക് മനസ്സിലായില്ല. ബെന്യാമിൻ വന്നു. ബെന്യാമിന് ജാക്കറ്റ് കൊടുത്തല്ലാതെ ബെന്യാമിൻ വന്ന് പ്രശ്നം തീർന്നില്ല. ആര് വന്നു? ഈ സഹോദരന്മാരുടെ ഹൃദയം തകർത്ത് യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് വന്നു. ഇപ്പോൾ 44-33 വായിക്കുന്നു. എന്താ വായിച്ചേ? വായിക്കാം. ആകയാൽ ബാലന് പകരം അടിയൻ യജമാനന് ഇവിടെ പറയുന്നു ബാലന് പകരം യജമാനന്
അടിയങ്ങൾ അടിമയായിക്കൊള്ളാം. ബാലന് പകരം മറ്റൊരു ബാലന് വിറ്റ് മുട്ടടിച്ച് മാറ്റുക അല്ലേ? 32-ാം അധ്യായത്തിൽ അവനെ കൊല്ലാനുള്ള പ്രതികാര ചിന്താഗതിയും അവനെ വിറ്റ് തിന്നവന്മാരാണ് ഇപ്പോൾ വന്ന് ജോസഫിന്റെ വീട്ടിൽ വന്ന് ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ അവൻ പറയുന്നു, എന്ത് പറയുന്നു? ബാലന് പകരം ഞങ്ങൾ അടിമകളായിരുന്നോളാം. നോക്കണം, ഈ മനസ്സാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ്. ഞാനോ നിങ്ങളോ CPM-ലെ ഏത് വലിയ വേലക്കാരനായാലും ശരി, ചെറിയ വേലക്കാരനായാലും ശരി, വിശ്വാസിയായാലും ഈ അവസ്ഥയിൽ വന്നില്ലെങ്കിൽ ചുമ്മാതെ ഈ വെള്ളയിട്ടുകൊണ്ട് നടക്കാൻ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. വിശ്വാസികൾ ഓർത്തോണം, കാണുന്നവൻ്റെ കുറ്റങ്ങൾ തപ്പിയടക്കാതെ കാണുന്ന വിശ്വാസികളെ നന്നാക്കാൻ നീ നിന്റെ കുടുംബവും നന്നാകാൻ നീ ആദ്യം നിന്റെ അകർച്ചയും കണ്ടെത്തണം. അതിന് ദൈവത്തിന് വിട്ടുകൂടുക. ഏതെങ്കിലും വിധത്തിൽ ദൈവം നിന്നെ ശരിയാക്കി തരും. അതിന് വിട്ടുകൂടെ. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? പിന്നെ സഭയിൽ പ്രശ്നമുണ്ടോ? പരാതിയുണ്ടോ? ഒന്നുമില്ല. നീതീകരണം പോയി, ന്യായീകരണം പോയി, ക്രിസ്തു തിരിച്ചു വന്നു. അങ്ങനെ വന്നപ്പോൾ അവൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി. ബാലന് പകരം വീണ്ടും വായിച്ചു തമിഴും പഠിക്കുക. மைக்கில் படிங்க. இப்படி இருக்க இளையவன் தன் சகோதரரோட கூட போக விடும்படி தன் சகோதரரோட போய்க்கோട്ടെ. உம்முடைய அடியானாகிய நான் இளையவனுக்கு பதிலாக അടുത്ത വിഷയം താൻ അതിന് പകരം അടിമയായിരുന്നോളാന്നുള്ള ക്രിസ്തുവിന്റെ മനസ്സാണ് ഇപ്പോൾ അവർക്ക് വന്നത്. അതല്ലേ നമുക്കും വരേണ്ടത്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. പൗലോസ് ഞങ്ങളും എന്താ ക്രിസ്തുവിന്റെ മനസ്സ്? ക്രിസ്തുവിന്റെ മനസ്സ് പറഞ്ഞാൽ എന്താ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:15, 1 യോഹന്നാൻ 3:16 എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. നോക്കണം, എല്ലാവരും മരിച്ചുവെന്ന്. എങ്ങനെ മരിച്ചു? ഈ അകൃത്യങ്ങളെല്ലാം മരിച്ചു. പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതാണ് ദൈവരാജ്യം. അല്ലാതെ അവിടെ പോയി സിംഹാസനത്തിൽ പോയി കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നുള്ളതല്ല. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മൾ മരിച്ചു. ദ ഓൾഡ് മാൻ വിൽ ബി ക്രൂസിഫൈഡ്. നാം പഴയ മനുഷ്യനെ ക്രൂശിച്ചു, ഇപ്പോൾ ക്രിസ്തു നമ്മൾ ജീവിക്കും. ഇതാണ് ദൈവരാജ്യം. ഈ അനുഭവം നിങ്ങളിൽ വരുമ്പോൾ അവിടെയാണ് യഥാർത്ഥ ദൈവരാജ്യം. വീണ്ടും വായിച്ച്. എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തുന്നേറ്റ തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ നിർണയം, മുന്നറിവ്, തിരിച്ചറിവ് നമുക്ക് വരുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഇതാണ് പെന്തിക്കോസ് എന്ന് പറഞ്ഞ് വാചം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളെല്ലാ പെന്തിക്കോസിനേക്കാൾ മികച്ചതെന്ന് പറയുകയും യവന്മാരെ പോലെ തട്ടിപ്പ് സംഘമായിട്ട് നടന്നാൽ നിന്നെ ഒരു ദിവസം പിടിച്ച് ദൈവം തമ്പുരാൻ നിന്നെ കൊണ്ട് ഇക്ഷ വരപ്പിക്കുന്ന സമയത്ത് അപ്പോൾ നീ സമ്മതിക്കും. ഒരു കൂട്ടർ താല്പര്യമില്ലാത്തവർ അവരവരുടെ പാടിനും പോകും. 1 യോഹന്നാൻ 3:16 വായിച്ച്. 1 യോഹന്നാൻ 3:16. അതാണ് ക്രിസ്തീയ ജീവിതം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പണം ചെയ്യുകയാണ്. മനുഷ്യ നല്ലതെന്ന് വായിച്ച 3:16. സഹോദരന്മാർക്ക് വേണ്ടി പ്രാണൻ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ഇതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഫൈനൽ, അവസാന ക്ലൈമാക്സ്. ഇവിടെ നിങ്ങൾ എത്തിയില്ലെങ്കിൽ നിങ്ങൾ പാടിയതും പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ വരും. അവനവൻ്റെ കാര്യം നോക്കി അവനവൻ്റെ കുടുംബം നോക്കി ജീവിക്കാനാണെങ്കിൽ ഈ പെന്തിക്കോസ് വരണ്ട. അവസാനത്തിൽ നിങ്ങൾ ക്രിസ്തു ചെയ്ത പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പണം ചെയ്ത് അവരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പകരക്കാരനായി ജീവിക്കുക. വികാരിയച്ചെന്ന് കേട്ടിട്ടില്ലേ? വികാർ എന്നുള്ള ലാറ്റിൻ പേടാണ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ പകരക്കാരൻ. അപ്പം നിങ്ങളൊക്കെ ഓരോ വികാരിയച്ഛന്മാരാണ്. മനസ്സിലായോ? 2 കൊരിന്ത്യർ 5:20-21 ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതികളായി. നിങ്ങൾ ഈ പള്ളികളൊക്കെ ആണല്ലോ വികാരിയച്ഛനാന്ന് പറയുന്നത്. ഏതാ? എല്ലാവർക്കും വേണ്ടി ക്രിസ്തുവിന് വേണ്ടി പകരക്കാരനായി നിർത്തുന്ന ലാറ്റിൻ വേർഡാണ് വികാർ. ഈ ഇടവകയിലെ വികാറാന്ന് പറയും. ഈ നിങ്ങളും ഞാനും എല്ലാം വികാരിയച്ഛന്മാരാണ് കേട്ടോ. ഈ കുമ്മളിയിലെ വികാരിയച്ഛന്മാരാണ് ഇരിക്കുന്നതൊക്കെ. ഇവരെല്ലാം വികാരിയച്ഛന്മാരാണ്. എബിയും പിന്നെ എല്ലാവരും, തങ്കവേലും, പിന്നീട് ക്രിസ്തോഫറും ഈ ജമലും എല്ലാവരും വികാരിയച്ഛന്മാരാണ്. ആർക്ക് പകരം? ബാലന് പകരം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകരക്കാരനായി നിൽക്കുക. നിങ്ങളെല്ലാവരും വികാരിയച്ഛന്മാരാണ് കേട്ടോ. മിസ്സസ് വികാരിയച്ഛൻ.
ഇനി എല്ലാവരും വികാരിയച്ചന്മാരാണ്. വായിച്ച് 2 കൊരിന്ത്യർ 5:21. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം. ആ പകരക്കാരെന്നുള്ള വാക്കാണ് ലത്തീൻ വേണ്ടി പറഞ്ഞില്ല, വികാരിയച്ഛൻ. അപ്പോൾ ഇരിക്കുന്നവരെല്ലാം മിസ്റ്റർ ആൻഡ് മിസ്സസ് വികാരിയച്ഛന്മാർ. ആ വേല ചെയ്തു, ദൈവം നിങ്ങൾ അംഗീകരിക്കും. മേലാൽ പഴയ പണി കൊണ്ട് ഇനി നടക്കരുത് കേട്ടോ പൗരന്മാരെ. മേലാൽ പഴയ പണിയായിട്ട് നടക്കരുത്. ചങ്ക് പുലർക്കും. ഒരു ദിവസം ഇരുന്ന് വിറയ്ക്കും കിടന്ന്. തമ്പുരാൻ ഇടപെടുമ്പോൾ കടന്ന് വിറയ്ക്കും. അപ്പം വിശ്വാസം വീട്ടിൽ വരുമ്പോൾ ഓർത്തോണം, മറ്റുള്ളവർക്ക് വേണ്ടി പാര വെക്കാനും ആപ്പ് വെക്കാനൊന്നും പോലെ പകരക്കാൻ. അയ്യോ അവൾ കുറ്റം, ഞാനേറ്റു, നീ പോ, ഞാനേറ്റെന്ന് പറയും. ഇല്ലയോ? ഞാനെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കട നിൽക്കുക, ഞങ്ങളുടെ ബിസിനസ് സെൻറ്ററിൽ ഇരിക്കുകയാണ്. ഒരു ട്രാക്ടർ മുതലാളി അവിടെ വന്നു. ചെറുപ്പക്കാരനാണ്, പുതുപ്പള്ളിക്കാരനാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ സമയത്താണ് നമ്മുടെ മുറി തന്നെ അപ്പുറത്തെ വാടക മുറിയിലാണ് കിടക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്രം കൊടുക്കുന്നൊരു പയ്യനുണ്ട്. ആ പത്രം കൊടുക്കുന്ന പയ്യൻ വന്ന ഈ സണ്ണി എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, പുള്ളി ഡെസ്കിലിരിക്കുക. ഇവൻ്റെ ആ ഇരിപ്പ് സ്റ്റൈലും കണ്ടപ്പോൾ ഈ പയ്യനെ വായിക്കൊള്ളാത്തൊരു വർത്താനം പറഞ്ഞു, കേൾക്കാൻ വയ്യാത്തൊരു വർത്താനം. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അന്നത് കേട്ടിട്ട്, ഇത്രയും അവനേക്കാൾ പ്രായമുള്ളൊരുത്തിനോട് 14 വയസ്സേ ഉള്ളൂ. എനിക്കെന്തോ അന്നേരം ഒരു സ്പിരിറ്റ് കയറിയിട്ട് ഒരു ഒറ്റ വീക്ക് വെച്ച് കൊടുത്തു. എൻ്റെ തന്നെ അഹങ്കാരം പറയുന്നതാ, നിൻ്റെ ചേട്ടൻ്റെ പ്രായമുണ്ടല്ലോടാ എന്ന് പറഞ്ഞു. അപ്പൻ്റെ പ്രായമുണ്ടെന്ന് പറഞ്ഞ് ഒരു ഒറ്റ വീക്ക് വെച്ച്. എനിക്കാരാ അവനെ ബാക്കിലൊന്നും അറിയിച്ചു. ഇവനെ അടികൊണ്ട് ഇവിടെ കൈ അങ്ങ് പതിഞ്ഞു, വിരലങ്ങ് പതിഞ്ഞു. അത്രയും വലിയ അടിയായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ചൂണ്ടക്കാരനുണ്ട്, ഒരു അച്ചായൻ. ആ ചൂണ്ടക്കാരൻ അച്ചായി ഇവരെ നല്ല പരിചയമാണ്. പുള്ളി ഈ കരിമീനൊക്കെ പിടിച്ചുകൊണ്ട് വരും, വില കുറവല്ല, നമുക്ക് കൊണ്ടുതരും. എൻ്റെ മോനെ കടന്നക്കൂട്ടിലാണല്ലോ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞു. ഈ അടിച്ചു വിട്ടവൻ കടന്നക്കൂട്ടിൽ ഇനി കണ്ടു അവന്മാർ മൊത്തമായിട്ടും ഇളകി വരും. അപ്പോൾ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ചട്ടമ്പി സംഘത്തിൻ്റെ നേതാവിൻ്റെ മകനാണ് ആര്? ഇവൻ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞു മോനെ കടന്ന് ഇളകി വരുന്ന പോലെ പോരുമെന്ന് പറഞ്ഞു. എന്തോ ആദ്യമൊക്കെ ഇച്ചിരി ഭയം, പിന്നെ എന്തോന്ന് അറിയത്തില്ല, ഇന്നും ഭയം വരത്തില്ല. അതൊന്നും അങ്ങനെ ഒരു കൃപ ദൈവം തരും. ഞാൻ പിന്നെ കടയിൽ തന്നെ ഇരിക്കുക. അന്ന് ഫാദറില്ല. ഫാദറിനോട് ആരാണ്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേ ഒരു 10-20 പേര് കടയിലോട്ട് വന്നു. ഞാൻ വ്യാജന്മാരടിച്ച് പൊട്ടിക്കുന്ന വിചാരിച്ച്. എന്നെ നോക്കിയിട്ട് പറയുക, ഇന്നാരുടെ മകനായിപ്പോയി, ഇല്ലെങ്കിൽ ഞങ്ങൾ ചുട്ട് കളഞ്ഞാനെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം എന്നേക്കാൾ അവർക്ക് വൈരാഗ്യം തോന്നുന്നു മറ്റവനോടാണ്. ആരോടാണ്? ഭരത്തനല്ല, മറ്റവൻ ഭരത്തവനാണ്. നിന്നെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു, നിന്നെ ഞങ്ങൾ വിടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഇതറിഞ്ഞ് ഫാദർ വന്നു. ഫാദർ സണ്ണിയോടും പറഞ്ഞു, ശരി സാരമില്ല, ഞാൻ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വരട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ ക്ഷമ ചോദിക്കാം. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഞാൻ അടിച്ചത് എൻ്റെ കുറ്റം, ഞാൻ വന്ന് ക്ഷമ ചോദിച്ചെല്ലാം ക്ലിയർ ചെയ്യാം. അച്ചായൻ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അച്ചായൻ നീ പോകണ്ട, ഞാൻ ശരിയായിക്കൊള്ളാമെന്ന്. നിനക്ക് പകരം ഞാൻ പോയി ശരിയായിക്കൊള്ളാം. ആ ഒരു കടപ്പാട് ഇന്നും എനിക്ക് ആ പിതാവിനോട് പറയാം. എനിക്ക് പകരം താൻ പോയി ചെയ്തതെന്നു വെച്ചാൽ ഇവരെയൊക്കെ പരിചയമല്ലേ, പാർട്ടി ബേസിൽ എല്ലാവരും പരിചയക്കാരനാണ്. ചെന്ന് എല്ലാവർക്കും കള്ളുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, നല്ല ചാപ്പാടും കള്ളുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പ്രശ്നം തീർന്നു പോകും. അവനെ ഊരിക്കൊണ്ട് പോകും, ആരെ? മറ്റവനെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പകരക്കാരനാകണം. അതുകൊണ്ട് ആ മൈൻഡ് എനിക്കിപ്പോഴും ഉണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പകരക്കാരനായി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി തമിഴ് വായിച്ച്. ஆனபடியால் தேவனானவர் எங்களை கொண்டு புத்தி சொல்லுகிறது போல நாங்கள் கிறிஸ்துவுக்காக ஸ்தானாபதிகளாயிருந்து தேவனோட ஒப்புரவாகுங்கள் என்று. ദൈവത്തോട് ഒപ്പുറവാക്കുന്ന ഊഴിയം. പാസ്റ്റർ സി ജോൺ പറയും, ഇത് ഒപ്പുറവാക്കുന്നതിന് ഊഴിയം, ഒപ്പുറവാക്കുന്നതിന് ഉപദേശം. ഇതാണ് നമ്മുടെ മാർഗം. അതുകൊണ്ട് നമുക്കും യഹൂദയെ പോലെ പകരക്കാരനായി തീരണമെങ്കിൽ ആര് വരണം? ഇളയവൻ വരണം. ആ ഇളയവൻ വന്നിട്ടല്ലാതെ അതിനെന്ത് ചെയ്യണം? ഗലാത്യലേഖനത്തിൽ പൗലോസ് ഞാൻ ക്രൂശിക്കപ്പെട്ടിട്ട് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കും. ഇതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ഉപദേശം. അവിടേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ നമുക്കാരെ കാണാൻ കഴിയുള്ളൂ. നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് വന്നു നോക്കിയേ, യേശുവിനെ നിങ്ങൾ കാണാൻ കഴിയും.
ശുദ്ധീകരണം കൂടാതെ ആരും യേശുവിനെ അതിന് മധ്യാകാശത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് പിന്നെ അടുത്ത കാര്യം. മധ്യാകാശത്ത് പോകുന്നതിന് മുമ്പ് യേശു നിങ്ങൾക്ക് പ്രത്യക്ഷമാകും. ഇവിടെ ഇതാ തൻ്റെ സഹോദരന്മാരും തന്നെ പോലെ ശുദ്ധീകരണം പ്രാപിച്ച് ക്രമീകരിച്ചെന്ന് കണ്ടപ്പോൾ ഈ രാജാവിൻ്റെ ഹൃദയവും ലോലമായി, കഠിന ഹൃദയം മാറി, അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലായി മാറി. 45 അധ്യായത്തിൽ വരുമ്പോൾ വായിച്ച് എപ്പോൾ ഇളയവൻ വന്നപ്പോൾ, തൻ്റെ സഹോദരന്മാരിലും ഇളയവൻ ക്രിസ്തുവിൻ്റെ സ്വഭാവം വന്നപ്പോൾ 45 1 മുതൽ വായിച്ച് അടക്കുവാൻ. കാരണം ആ സ്വഭാവം വന്നു കഴിഞ്ഞപ്പോൾ പെന്തിക്കോസിൻ്റെ സ്നേഹം വ്യാപരിക്കാൻ തുടങ്ങി. ഇതാണ് പെന്തിക്കോസിൻ്റെ സ്നേഹം. പെന്തിക്കോസിൻ്റെ സ്നേഹം വന്നപ്പോൾ ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, ക്രിസ്തുവിൽ നാം ഒന്നേ. കാണുമ്പോൾ ഈ സ്നേഹം, ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ പെന്തിക്കോസുകാർ ജീവിച്ചതാണ്. ഇങ്ങനെ ഒരു ശുദ്ധീകരണവും മാനസാന്തരവും ഏറ്റുപറച്ചിലും കഴിയുമ്പോൾ ക്രിസ്തു വെളിപ്പെടും. ഞാൻ ശമൂലിനെ കാണുമ്പോൾ ആരെ കാണുന്നു? ക്രിസ്തുവിനെ കാണുന്നു. ഒരു അന്യജാതിക്കാരെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നു. കൂടിയ ജാതിക്കാരെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നു. എല്ലാവരും ഒന്നേ. അതാണ് പെന്തിക്കോസിന്റെ ഐക്യം. അങ്ങനെ ഈ അവസ്ഥയിലേക്ക് അവർ ശുദ്ധീകരണം പ്രാപിച്ചു വന്നപ്പോൾ ജോസഫ് എന്ന് പറയുന്നത് വായിക്കാം, തന്നെത്താൻ അടക്കാൻ, തന്നെ ഇനി വെളിപ്പെടുത്താതിരിക്കാൻ ഒക്കത്തില്ല. നോക്കണം, മറിഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. ഇതാണ് രഹസ്യവരവ്. അപ്പൊ രഹസ്യവരവിന് താമസിക്കുന്നതിനെയാണ് നമ്മളാണ് യേശുവാണോ? യേശു വെളിപ്പെടാൻ തടസ്സമാരാ? ഞാനും നിങ്ങളും അല്ലേ? യേശു എപ്പോഴും വരാം. അതാണ് ആ നാഴിക പിതാവ് അറിയുന്നു. അപ്പോൾ നാം ശുദ്ധീകരണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യേശുവിനെ തന്നെത്താൻ, യോസേപ്പിനെ തന്നെത്താൻ അടക്കാൻ കഴിയുന്നില്ല. തന്നെ വെളിപ്പെടുത്തണം, ഇവർക്ക് വെളിപ്പെടണം, പ്രത്യക്ഷപ്പെടണം. വായിക്കാം. ആരെ? അവരാരും ശുദ്ധീകരണമൊന്നും കഴിഞ്ഞില്ല. അവരാരും ഈ മാർഗം വന്നവരുമല്ല. അവരെല്ലാം പുറത്തു പോട്ടെ. സഭയിലും ഈ ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് മാത്രമേ യേശുവിനെ കാണാൻ കഴിയുള്ളൂ. ശുദ്ധീകരണം ഇല്ലാത്തവർ പുറത്ത്, ദാസന്മാർ പുറത്ത്, പുത്രൻ അകത്ത്. ഇപ്പോൾ ജോസഫ് പറയുന്നു, അവരെല്ലാം പുറത്തു പോകും, അവർക്കൊന്നും എൻ്റെ യഥാർത്ഥ വശം മനസ്സിലാകുന്നില്ല. അവർക്കൊക്കെ ഞാൻ മിസ്രയീമിൻ്റെ രാജാവാണ്, പക്ഷേ ഞാൻ ഈ സഹോദരങ്ങളുടെ സഹോദരനാണ്. അതുകൊണ്ട് അവർ സഹോദരൻ വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. നോക്കണം, അതുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് അവർ വരുന്നത് കൊണ്ട് അവരെ സഹോദരന്മാരെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. വായിക്കാം. ഇങ്ങനെ ജോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരുമില്ല. മറ്റാർക്കതാണ് രഹസ്യപരമൻ്റെ ഒരു രഹസ്യം. ഇങ്ങനെ നാം ശരിയായ രീതിയിൽ പക്വപ്പെട്ട് പാകപ്പെട്ട് ശുദ്ധീകരണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആരെ കാണാം? മറ്റാർക്കും യേശുവിനെ, പിന്നെ യേശുവോട് ജീവിക്കാം. ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ക്ലൈമാക്സ്. നമ്മൾ വായിച്ച 45 1 2 3. அப்பொழுது யோசேப்பு தன் அருகே நின்ற எல்லாருக்கும் முன்பாக தன்னை அடக்கி கொண்டிருக்க கூடாமல் யாவரையும் என்னை விட்டு வெளியே போக பண்ணுங்கள் என்று கட்டளையிட்டார். யோசேப்பு தன் சகோதரருக்கு தன்னை வெளிப்படுத்திയപ്പോൾ ഒരുവരും അവൻ അരികിൽ നിൽക്കവില്ല. ആർക്കും അത് കാണാൻ കഴിയില്ല. അതാണ് രഹസ്യപരം പ്രിയരേ. നാം ശരിയായ ശുദ്ധീകരണം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ യേശുവിനെ കാണാൻ കഴിയും. യേശു നമ്മളോട് വെളിപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു? വായിക്കാം. അവൻ സത്തമിട്ട് അഴുതാൻ. ആര്? ഈ പരീക്ഷിക്കാൻ വന്ന ജോസഫ് തന്നെ. എവരുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇനി മറച്ചു വയ്ക്കാൻ സ്നേഹത്തിൽ താൻ നിലവിളിക്കുകയാണ്. അയ്യോ, എൻ്റെ സഹോദരന്മാരെ വീട്ടിൽ കിട്ടിയല്ലോ. വെളിപ്പാട് 21 വായിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ഇപ്പം എന്താ അവിടെ നടക്കുന്നത്? എല്ലാവരും കരയാൻ തുടങ്ങി. എല്ലാവരും കരയുക, ഒരുത്തിൻ്റെ കണ്ണീര് തുടയ്ക്കുക. പണ്ട് കുരങ്ങന്മാരെല്ലാം അവിടെ കരഞ്ഞപ്പോഴേ അമ്മമാരെന്താ എന്ന് ചോദിച്ചാൽ ഒരുത്തിനത് കണ്ണീര് നക്കാൻ ചെന്നതാ, നക്കി കുടിക്കുക. ഇതല്ല, പിന്നെന്താ? കണ്ണുനീര് തുടയ്ക്കും. കരച്ചിലും കണ്ണുനീർ തുടച്ചിടുവാൻ ഇപ്പോൾ ആരുമില്ലെങ്കിലും വരുവാനുള്ളവൻ വരും. താമസം ഒരു ദിവസം എല്ലാവരും മുട്ടുമേടിക്കുക. അതിനൊരു അഭിഷേകം നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കട്ടെ. നമ്മുടെ പ്രാകൃത സ്വഭാവങ്ങളെല്ലാം മാറി ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപരായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എനിക്കൊരു അഭിഷേകത്തെ തരണമേ. ഞാൻ ഒരു വലിയ ശുദ്ധീകരണം നടക്കട്ടെ. നിന്റെ മുഖം കാണട്ടെ. നിന്നെ പോലെ ആയി തീരട്ടെ. സ്തോത്രം. നിൻമുഖം കണ്ട് നിന്നെ പോലാകുവാൻ, നിൻമുഖം കണ്ട് നിന്നെ പോലാകുവാൻ. യേശുവിന്റെ മുഖം കാണണം.
ക്രിസ്തുവിൻ്റെ മുഖത്തെ കാണണം, മറ്റു മുഖമല്ല. അവൻ്റെ മുഖത്തെ കാണണം. യേശുവിനെ പോലെ നാമായി തീരണം. തിരുമുഖം പ്രകാശത്തെ നമ്മുടെ ശുദ്ധീകരണത്തോടു കൂടി കാണുമ്പോൾ. ഹല്ലേലൂയ. ഈ ഭാരമലമം ചിരവനമം പൂർണ്ണരായി പ്രിയനെ പോ ഈഹത്തിൽ പൂർണ്ണരായി പ്രിയനെ പോ ഈഹത്തിൽ ജീവിച്ചിരുന്ന പൂർണ്ണശോഭയോടെ പൂർണ്ണശോഭയോടെ പ്രിയനുമായി യേശുരാജൻ സമീപം ആനന്ദം പ്രിയരേ യേശുരാജൻ സമീപം ആനന്ദം പ്രിയരേ പ്രിയ യേശുരാജൻ പൂർണ്ണരായി പ്രിയനെ പോകത്തിൽ ജീവിച്ചിരുന്ന സഹിച്ചവർ കണ്ണീരിൽ യാനം ചെയ്തവർ കഷ്ടങ്ങൾ സഹിച്ചവർ കണ്ണീരിൽ യാനം ചെയ്തവർ കാണുമ്പോൾ പ്രിയനെ മുത്തം ചെയ്തവരെല്ലാം കാണുമ്പോൾ പ്രിയനെ മുത്തം ചെയ്തവരെല്ലാം മറന്നു പോകും കഷ്ടങ്ങൾ സഹിച്ചവർ കണ്ണീരിൽ യാനം ചെയ്തവർ കഷ്ടങ്ങൾ സഹിച്ചവർ കണ്ണീരിൽ യാനം ചെയ്തവർ കാണുമ്പോൾ പ്രിയനെ മുത്തം ചെയ്തവർ കാണുമ്പോൾ പ്രിയനെ മുത്തം ചെയ്തവർ കാണുമ്പോൾ പ്രിയനെ മുത്തം ചെയ്തവർ പ്രിയനെ മുത്തം ചെയ്തവർ